2026 റിലീസ് ചെയ്ത ഒരു സൗത്ത് കൊറിയൻ ആക്ഷൻ ഹൊറർ മൂവിയാണ് കോളനി. ട്രെയിൻ ടു ബുസാൻ എന്ന മൂവി കാണാത്തവരായിട്ട് ആരും കാണില്ലല്ലേ? അതേ സംവിധായകന്റെ തന്നെ മറ്റൊരു അടിപൊളി ത്രില്ലർ ഹൊറർ സോംബി മൂവി. ഇതുവരെ കണ്ടിട്ടുള്ള സകല സോംബി മൂവികളിൽ നിന്ന് വ്യത്യസ്തം. അല്ലെങ്കിലും കൊറിയക്കാരെല്ലാം വെറൈറ്റി ആയിട്ടല്ലേ ചെയ്യുന്നത്. കൂടുതലൊന്നും മൂവിയെ പറ്റി പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അതിനു മുന്നേ ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങിയത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണില്ലല്ലേ? അദ്രിനി എന്നാണ് ഈ പേര്. കല്യാണി കോട്ടൺ, മൽ കോട്ടൺ, ലിനൻ സാരീസ്, ടിഷ്യൂ സാരീസ്, അങ്ങനെ പല വെറൈറ്റിയിലുള്ള സാരികളുടെ ഏറ്റവും നല്ല കളക്ഷൻസ് ആണ് ഉള്ളത്. അത് ബെസ്റ്റ് ക്വാളിറ്റിയിലും പ്രൈസിലുമാണ് ഞങ്ങൾ അവൈലബിൾ ആക്കുന്നതും. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും എന്റെ ഈ പുതിയ ബിസിനസ് സംരംഭം കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളൊക്കെയല്ലേ ഉള്ളൂ എനിക്കിത് പറയാൻ. പിന്നെ അദ്രിനി എന്ന പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കൂടി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ നെറ്റിൽ adrini.com എന്ന് സെർച്ച് ചെയ്താലും മതി. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ ഈ മൂവിയിലെ വില്ലനെയാണ് കാണിക്കുന്നത്. അവന്റെ പേര് സിയോ. ഇപ്പോ സിയോളിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്യുകയാണ് അവൻ. എന്റെ പേര് സിയോ, ഞാൻ സിയോളിലുള്ള ചെയിൻസ് ബയോയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇന്ന് ഞാൻ ഡുങ്വോറി ബിൽഡിംഗിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവുക. ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു എക്സ്പെരിമെന്റ് അല്ല, ഏകദേശം ഒരു ടെററിസം ആയിട്ട് വരും. വളരെ വലിയൊരു ബയോ ടെറർ അറ്റാക്ക്. ആദ്യം ഞാൻ എന്റെ ശരീരത്തിൽ ആ വൈറസ് പരീക്ഷിച്ചത്. അത് ശരിക്കും സക്സസ് ആയിരുന്നു. ഈ ഒരു രോഗം തടയാനുള്ള ഒരേ ഒരു വാക്സിൻ ഞാൻ മാത്രമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കോൾ കട്ട് ചെയ്യുന്നു. ഇവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവനൊരു വൈറസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ തന്നെ ഭീഷണിയായ ഒരു വൈറസ്. അത് വെച്ച് ഒരു ബയോ ടെറർ അറ്റാക്ക് ആണ് ഉദ്ദേശിക്കുന്നതും. അതിനെ എങ്ങനെ തടുക്കണമെന്ന് അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ഇവൻ മാത്രമാണ്. എന്ന് വെച്ചാൽ അവൻ തന്നെയാണ് വാക്സിൻ. കോൾ കട്ടായ ശേഷം സിയോ താൻ കണ്ടുപിടിച്ച വൈറസുമായിട്ട് ആ ബിൽഡിംഗ് ലക്ഷ്യമാക്കി പോകുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു ബിൽഡിംഗ് ആണ്. നേരത്തെ സിയോ അറ്റാക്ക് നടത്താൻ പോകുകയാണെന്ന് പറഞ്ഞ ബിൽഡിംഗ് ഇല്ലേ, ഡുങ്വോറി ബിൽഡിംഗ്, അതേ ബിൽഡിംഗ്. ചെയിൻസ് ബയോ എന്നൊരു കമ്പനിയിലായിരുന്നല്ലോ സിയോ വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോ അതേ കമ്പനി നടത്തുന്ന ഒരു മീറ്റിംഗിലേക്ക് പങ്കെടുക്കാൻ വന്നിരിക്കുകയാണ് നമ്മുടെ നായിക. യൂജിൻ എന്നാണ് അവളുടെ പേര്. അവളുടെ കൂടെയുള്ള മറ്റേ ആളുടെ പേര് ഹാൻ. മാത്രമല്ല ഹാൻ അവളുടെ എക്സ് ഹസ്ബൻഡ് ആണ്. നീ എന്താ ലേറ്റ് ആയത്? ഞാൻ എന്ത് ചെയ്യാനാ, ഉടുക്കത്തെ ട്രാഫിക്. അവസാനം കാറിൽ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്താണ് ഞാൻ വന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി കോൺഫറൻസ് നടക്കുന്ന ഹാളിലേക്ക് ചെല്ലുന്നു. ചെയിൻ ബയോ എന്ന കമ്പനിയിലാണ് അവരും വർക്ക് ചെയ്യുന്നത്. കിം എന്നാണ് ആ കമ്പനിയുടെ സിഇഒയുടെ പേര്. അയാൾ ഇപ്പോൾ താൻ കണ്ടുപിടിച്ച ഒരു കാര്യത്തെ പറ്റി അവിടെ ഇരിക്കുന്നവരോട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. രണ്ടാൾക്കാർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ സംസാരിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ തലച്ചോറ് വഴി തന്നെ ഷെയർ ചെയ്യാൻ പറ്റും. ഈ കേടായ ഫുഡിലൊക്കെ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള ഒരു പൂപ്പലില്ലേ, ആ ഫംഗസുകൾ സ്വയം അപ്ഗ്രേഡ് ചെയ്യാറാണ് പതിവ്. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവർ ആ ഭക്ഷണം മുഴുവനും വളരുന്നു. ഒരു അവയവങ്ങളിലെങ്കിലും അവരെങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഇതിൽ നിന്നായിരുന്നു ഞങ്ങളുടെ പരീക്ഷണം. ആദ്യം ഞങ്ങളത് എലികളിലാണ് പരീക്ഷിച്ചത്. നട്ടലിലെ ഞരമ്പുകൾ മുറിഞ്ഞുപോയ എലിയിലേക്കാണ് ഞങ്ങൾ ഇത് ആദ്യം കുത്തിവെച്ചത്. അതിന്റെ കാലുകളും തളർന്നതായിരുന്നു. എന്നാൽ ആ മരുന്ന് കുത്തിവെച്ച് ഒരു നിമിഷം കഴിഞ്ഞതും ആരോഗ്യമുള്ള ഒരു എലിയെ പോലെ അത് ഓടി നടക്കാൻ തുടങ്ങി. ഭാഗ്യം കൊണ്ട് അത് സക്സസ് ആയിരുന്നു. ഇനി അടുത്ത ഘട്ടം അത് മനുഷ്യരിലേക്കായിരിക്കും ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇത് വെച്ച് ഞങ്ങളൊരു ചിപ്പ് വികസിപ്പിച്ചിട്ടുണ്ട്. ഈ ചിപ്പ് മനുഷ്യന്റെ ശരീരത്തിനുള്ളിൽ ഘടിപ്പിക്കുകയാണെങ്കിൽ പ്രവർത്തനരഹിതമായ ഞരമ്പുകൾ വഴി വിവരങ്ങൾ എത്തിക്കാൻ ഇത് നമ്മളെ സഹായിക്കും. ഈ പരീക്ഷണം നമ്മൾ മനുഷ്യന്റെ തലച്ചോറിൽ പരീക്ഷിക്കുകയാണെങ്കിൽ തലച്ചോറുകൾ വഴി പരസ്പരം കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ പറ്റി മോശമായിട്ട് ചിന്തിക്കാൻ പോലും പറ്റില്ലേ? ഒരു തമാശ പോലെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നോക്കിയതും കിം കാണുന്നത് തുടക്കത്തിൽ കണ്ട നമ്മുടെ വില്ലൻ സിയോയെ അവനെയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവനെ കണ്ടതേ കിം വല്ലാതെ ടെൻഷൻ ആവുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് അയാൾ വേഗം തിരികെ പോകാൻ നിൽക്കുമ്പോഴാണ് അയാളുടെ മുന്നിലേക്ക് യൂജിനും ഹാനും വരുന്നത്. അവരെന്തോ സംസാരിക്കാനായിട്ട് ചെന്നതും അയാൾക്കൊരു കോൾ വരുന്നു. ആരുടെ കോളാണെന്ന് വെച്ചാൽ നമ്മുടെ സിയോ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞില്ലേ ഇവിടെ ഒരു ബയോവാർ നടക്കാൻ പോകുകയാണെന്ന്, ആ പോലീസുകാരുടെ കോളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കാൻ നിൽക്കാതെ അയാൾ വേഗം പുറത്തേക്ക് വരുന്നു. നിങ്ങൾക്കൊരു ഡോക്ടർ സിയോയെ അറിയാവോ? അയാൾ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവരെ ഞാനിപ്പോൾ കോൺഫറൻസിൽ വെച്ച് കണ്ടതേ ഉള്ളൂ, പക്ഷേ എന്റെ അടുത്തേക്ക് വന്നില്ല. ശരി, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കരുത് സാർ, ഞങ്ങളുടെ ടീം എത്രയും പെട്ടെന്ന് അവിടെ എത്താം. അതും പറഞ്ഞ് പോലീസുകാരൻ കോൾ കെട്ടിയതും കിം തന്റെ VIP റൂമിലേക്ക് കയറി പോകുന്നു. എന്നാ വേറെ ആരും കാണാതെ അയാളുടെ തൊട്ടേ പിറകെ തന്നെ കയറി പോകുന്നുണ്ട് സിയോയും. ഇത് കിമ്മിനെ അന്വേഷിച്ചു വന്ന നമ്മുടെ യൂജിനെ കാണുന്നുണ്ട്. എന്തൊക്കെയോ ഫയലുകൾ എടുത്തുകൊണ്ട് തിരികെ പോകാൻ കിം കാണുന്നത് തന്റെ തൊട്ട് പിറകിൽ നിൽക്കുന്ന സിയോയെയാണ്. നിങ്ങളുടെ പ്രസംഗമൊക്കെ അടിപൊളിയായിരുന്നു. ഓർഗാനിക് സെമി കണ്ടക്ടേഴ്സ് വഴിയുള്ള വിവര കൈമാറ്റം. നിനക്കറിയാമോ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണെന്ന് കണ്ടുപിടിച്ചതെന്ന്? നിന്റെ ആ ഗവേഷണം എവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അത് എത്ര അപകടം നിറഞ്ഞതാണെന്ന് നിനക്കറിയാമോ? എന്തപകടം? ഞാൻ മനുഷ്യരാശിയെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അവനത് പറഞ്ഞതും കിം അവന്റെ കുത്തിന് കയറി പിടിക്കുന്നു. നേരത്തെ കിം പറഞ്ഞൊരു പ്രോജക്റ്റ് ഇല്ലേ, അത് ശരിക്കും കണ്ടുപിടിച്ചത് സിയോയായിരുന്നു. പക്ഷേ ക്രെഡിറ്റ് മുഴുവനും അവന്റെ കമ്പനി തട്ടിയെടുത്തു. കാരണം വെറും സിമ്പിൾ, തന്റെ ലെവലിനേക്കാളും താഴ്ന്നു നിൽക്കുന്ന ഒരാള് അതിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോകുന്നത് സഹിക്കുന്നില്ല. അത് കാരണം അവനെ ചതിച്ചിട്ട് കമ്പനിയിൽ നിന്നങ്ങ് പുറത്താക്കി. അതിന്റെ വൈരാഗ്യത്തിനാണ് അവൻ ഇവിടെ പ്രതികാരം ചെയ്യാനായിട്ട് വന്നതും. സിയോ അത്രയും പറഞ്ഞിട്ടും അതിനെ പുച്ഛിച്ചുകൊണ്ട് കിം അങ്ങോട്ട് തിരിഞ്ഞതും അവൻ വേഗം ആ വൈറസ് എടുത്ത് അങ്ങരുടെ കഴുത്തിലേക്ക് കുത്തിവെച്ചു. നിനക്ക് വട്ടാണോടാ? ഇത് എന്റെ ഗവേഷണമാ. കിം
വേഗം സിയോയെ പിടിച്ച് ബാത്റൂമിലേക്ക് തള്ളിയിട്ട് അതിനകത്ത് പൂട്ടിയിട്ടു. ലോക്ക് തുറക്കാതിരിക്കാൻ വേണ്ടി ഒരു ചെയറും ചാരി വെക്കുന്നുണ്ട്. ശേഷം അയാൾ ഫോൺ എടുത്ത് ആരെയും വിളിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും അതിന് അയാൾക്ക് പറ്റിയില്ല. അടുത്ത നിമിഷം തന്നെ വെള്ള നിറത്തിലുള്ള എന്തോന്ന് അയാൾ ഛർദ്ദിക്കാൻ തുടങ്ങി. മിന്നൽ വേഗത്തിലായിരുന്നു ആ വൈറസ് അയാളുടെ ശരീരത്തിൽ പടർന്നു പിടിക്കുന്നത്. സെക്കൻഡുകൾ കൊണ്ട് തന്നെ അയാളൊരു സോംബിയായിട്ട് മാറുകയാണ്. ആ സമയത്ത് തന്നെയായിരുന്നു 2-3 പേര് അതുവഴി കടന്നുപോയതും. സോംബികളെ അറിയാലോ, മനുഷ്യന്മാരെ കണ്ടാൽ വെറുതെ വിടില്ല. അവരെ കണ്ടതേ പറന്നു ചെന്ന സോംബി 3 എണ്ണത്തിനെയും കടിച്ചങ്ങ് കുടയുന്നു. അടുത്തതായിട്ട് നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. ജീചാങ് എന്നാണ് അവന്റെ പേര്. ഇതേ ബിൽഡിംഗിലെ തന്നെ സെക്യൂരിറ്റി ഗാർഡായിട്ടാണ് അവന്റെ ജോലി. അവനൊരു ചേച്ചി കൂടിയുണ്ട്. ചോയി എന്നാണ് ചേച്ചിയുടെ പേര്. മാത്രമല്ല അവന്റെ ചേച്ചിയുടെ 2 കാലം തളർന്നതാണ്. അടുത്തയാഴ്ച ചേച്ചിയും അനിയനും കൂടി ഒരു ട്രക്കിങ്ങിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഷോപ്പിങ്ങിന് വന്ന ചേച്ചിയെ സഹായിക്കാൻ വേണ്ടി പുറകെ നടക്കുകയാണ് ജീചാങ്. അപ്പോഴേക്കും സിയോ ആ ബിൽഡിംഗിലുണ്ടെന്നിറങ്ങി പോലീസുകാർ അങ്ങോട്ടേക്ക് ഓടി വരുന്നു. അകത്തേക്ക് വന്നതേ അവര് കാണുന്ന കാഴ്ച ഒരാള് നിലത്ത് കിടന്ന് പെടയുന്നതാണ്. ഈ സോംബി വൈറസ് സിനിമയിലല്ലാതെ നേരിട്ടൊന്നും അവർ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ കാര്യം അറിയാതെ അയാളുടെ അടുത്തേക്ക് നടന്നു പോകാൻ ചെന്നതും ദേ വരുന്നു ഡസൺ കണക്കിന് സോംബികള്. നിമിഷ നേരം കൊണ്ടായിരുന്നു ഈ സോംബി വൈറസ് പടർന്നു പിടിക്കുന്നതും. ഇതൊന്നും അറിയാതെ അവിടത്തേക്കുള്ള റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ് നമ്മുടെ യൂജിനും ഹാനും. അന്നേരമാണ് ഹാന് അവന്റെ ഇപ്പോഴത്തെ ഭാര്യയുടെ കോള് വരുന്നത്. അവരുടെ ഫോണിൽ കൂടെയുള്ള സംസാരം കേട്ടപ്പോഴേ യൂജിന് മനസ്സിലായി കുടുംബവുമായിട്ട് എവിടേക്കോ ട്രിപ്പ് പോകാനുള്ള പ്ലാനാണ്. നീ ശരിക്കും അമേരിക്കയിലേക്ക് പോവാണോ? എത്ര നാളത്തേക്കാ? അത് പിന്നെ ഞങ്ങൾ ഇനി അമേരിക്കയിൽ തന്നെ ആയിരിക്കും. ഓ, ഇപ്പൊ മനസ്സിലായി. അതുകൊണ്ടായിരിക്കും നിന്റെ മുൻ ഭാര്യയ്ക്ക് ജോലി സെറ്റാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നതല്ലേ? എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. അവൾ അങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ട് പറഞ്ഞെങ്കിലും നല്ല അസൂയുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ 2 പേരും പോയ അതേ സമയത്ത് തന്നെയാണ് 2 ഗേൾസും ഒരു ബോയും കൂടി ആ റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്ക് വരുന്നത്. കാര്യം എന്താണെന്നൊന്നും അറിയില്ല. കൂട്ടത്തിലെ 2 പേര് ചേർന്ന് ആ വെള്ള യൂണിഫോം ഇട്ട കുട്ടിയെ നല്ല രീതിയിൽ റാഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അവര് പറയുന്നതൊക്കെ അനുസരിച്ചില്ലെങ്കിൽ എന്തോ ചെയ്തു കളയും എന്നുള്ള ഭീഷണി. അതേസമയം നമ്മുടെ ജീചാങ് എവിടേക്കോ പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് അവന്റെ വാക്കി ടോക്കിലായിട്ട് എന്തോ ഒരു മെസ്സേജ് കേൾക്കുന്നത്. ഈ ബിൽഡിംഗ് മുഴുവനെ പൂട്ടിയിട്ടേക്കുവാ, എത്രയും പെട്ടെന്ന് എല്ലാവരും ഒഴിപ്പിക്കണം. ഫോണിൽ കൂടി എന്തൊക്കെയോ ഇങ്ങനെ പറയുകയാണ്. ജീചാങ്ങിനാണെങ്കിൽ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നുമില്ല. അന്നേരമാണ് പെട്ടെന്നൊരു നിലവിളി കേൾക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സോംബികൾ മുഴുവൻ ഇളകിയിട്ടുണ്ട്. കണ്ണിൽ കാണുന്നവരെ മുഴുവനും കടിച്ചു പറിക്കുവാണ്. തിരികെ വന്ന യൂജീനും ഹാനും ഇതെല്ലാം കണ്ട് അന്തം വിട്ടുപോയി. ജീചാങ്ങിന്റെ ചേച്ചി ഉണ്ടായിരുന്നു അവിടെ. അവർക്ക് ഓടാൻ പറ്റില്ലല്ലോ. യൂജീനും ഹാനും ജീവനും കൊണ്ട് ഓടിയപ്പോ ഓടാൻ കഴിയാതിരുന്ന ചോയിയെ ആരൊക്കെയോ തട്ടി തറയിലേക്ക് ഇട്ടു. സോംബികളാണെങ്കിൽ പാഞ്ഞു വരികയാണ്. അത് മൃഗങ്ങളെ പോലെ 4 കാലിലാണ് ഇതൊക്കെ ഓടുന്നത്. ഇത് കണ്ട യൂജീനും ഹാനും കൂടി വേഗം ഓടിച്ചെന്ന് ചോയിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. എന്നാൽ ആ സോംബികൾ വിടണ്ടേ? ഒരു സോംബി ഇവരെ തന്നെ ലക്ഷ്യം വെച്ച് ചാടി വീണതും കൃത്യസമയത്താണ് നമ്മുടെ ജീചാങ് അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ വീണ്ടും ചാടി എഴുന്നേറ്റ ആ സോംബിയുടെ ലക്ഷ്യം അങ്ങ് മാറിപ്പോയി. മനുഷ്യനാണെന്ന് കരുതി അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരുന്ന ഫോട്ടോ ആയിരുന്നു പിന്നെ അതിന്റെ ലക്ഷ്യം. ഈ ഗ്യാപ്പ് നോക്കി എല്ലാവരും കൂടി ഓടുന്ന ഓടി രക്ഷപ്പെടാൻ നോക്കുവാണ്. എന്നാ മുന്നോട്ടേക്ക് ചെന്നതും അവിടെ സോംബികള് വേറെ വഴിയില്ലാതെ തൊട്ട് സൈഡിലുണ്ടായിരുന്ന ഒരു കടയ്ക്കുള്ളിലേക്ക് ഓടി കയറുന്നു എല്ലാവരും. നേരത്തെ ഒരു പോലീസുകാരനെ കാണിച്ചില്ലേ? സോംബികളിൽ നിന്ന് രക്ഷപ്പെട്ട് അയാളും ആ കടയ്ക്കുള്ളിലേക്കാണ് ഓടി കയറിയത്. പക്ഷേ ആ ഏരിയയിലുണ്ടായിരുന്ന സോംബികൾ മുഴുവനും കടയ്ക്കുള്ളിൽ നിൽക്കുന്നവരെ കണ്ടതും അവിടേക്ക് പാഞ്ഞു വരുന്നു. ഗ്ലാസ് ഡോർ ആയതുകൊണ്ട് തന്നെ ഉള്ളിലുള്ളതെല്ലാം കാണാമല്ലോ. തലകൊണ്ട് ഇടിച്ചടിച്ച് ഗ്ലാസ് പൊട്ടിക്കാൻ നോക്കുവാണ്. എന്നാൽ അന്നേരമായിരുന്നു ആ പോലീസുകാരന്റെ കൈതട്ടി കടയ്ക്കുള്ളിലുണ്ടായിരുന്ന ലൈറ്റ്സ് എല്ലാം ഓഫായി പോയത്. അതോടെ അകത്ത് മൊത്തം ഇരുട്ടായി. ഇരുട്ട് കാരണം സോംബികൾക്കൊന്നും കാണാനും വയ്യ. എല്ലാ സോംബികളും ആകെ കൺഫ്യൂഷനായിട്ട് അതേ പൊസിഷനിൽ തന്നെ നിൽക്കുവാണ്. പക്ഷേ അന്നേരമായിരുന്നു കൂട്ടത്തിലെ ഒരു സോംബി ആ ഗ്ലാസിലെ റിഫ്ലക്ഷനിൽ കൂടി തൊട്ട് പിറകിലുള്ള കടയിൽ ആൾക്കാർ നിൽക്കുന്നത് കാണുന്നത്. അതോടെ സകലതും കൂടി അങ്ങോട്ടേക്ക് പാഞ്ഞെടുത്തു. നേരത്തെ യൂജിനും ഹാനും ഫുഡ് കഴിച്ച റെസ്റ്റോറന്റ് ആയിരുന്നു അത്. പക്ഷേ അത് ലോക്കായിരിക്കുന്നത് കാരണം ഒന്നിനും അകത്തേക്ക് കയറാൻ വയ്യ. പെട്ടെന്നാണ് ഈ സോംബികളെല്ലാം കൂടി വളരെ വിചിത്രമായിട്ട് പെരുമാറാൻ തുടങ്ങിയത്. ഷോക്ക് അടിച്ചതുപോലെ മുകളിലേക്ക് നോക്കി വായും തുറന്ന് എന്തോ ചെയ്യുവാണ്. സാധാരണ സോംബി പടങ്ങളിലെ ഈ സോംബികൾക്കൊന്നും സ്വയമായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ലല്ലോ. അവരെ പറ്റിക്കാനും എളുപ്പമാണ്. പക്ഷേ ഈ സോംബികൾ അങ്ങനെയല്ല. തങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ ഗ്ലാസുകൾ പൊട്ടിക്കാൻ പറ്റില്ലെന്ന് അതുങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഒരുമിച്ച് ഒരേ സമയം നമുക്ക് ഈ ഗ്ലാസുകൾ ഇടിച്ചു പൊട്ടിക്കാം. ആ കമ്മ്യൂണിക്കേഷൻ ആണ് പാസ്സായതും. അതുപോലെ തന്നെ ഈ സോംബികളെല്ലാം കൂടി ഒരുമിച്ച് പിറകിലേക്ക് മാറി നിന്നുകൊണ്ട് കൂട്ടത്തോടെ വേഗത്തിൽ മുന്നിലേക്ക് വന്ന ആ ഗ്ലാസുകൾ ഇടിച്ചു പൊട്ടിക്കാൻ നോക്കുവാണ്. അത്രയും ബുദ്ധിപരമായിട്ടായിരുന്നു ഇതുങ്ങളെല്ലാം പെരുമാറിയതും. ഇത് കണ്ടതും നമ്മുടെ യൂജിനും ആകെ ആശ്ചര്യപ്പെട്ടു പോയി. തല കൊണ്ട് ഇടിച്ചിടിച്ച് ഇപ്പോൾ ഏകദേശം ആ ഗ്ലാസുകൾ പൊട്ടിക്കാറായിട്ടുണ്ട്. ഇത് കണ്ടതും നമ്മുടെ യൂജിന് പെട്ടെന്നൊരു ഐഡിയ തോന്നി. അവള് വേഗം ആ കടയിലുണ്ടായിരുന്ന ഒരു ടോർച്ച് ലൈറ്റ് കയ്യിലേക്ക് എടുക്കുന്നു. ശേഷം തന്റെ മൊബൈലിൽ എന്തോ വലിയ അക്ഷരത്തിൽ എഴുതിയ ശേഷം ടോർച്ച് ലൈറ്റ് മറ്റേ കടയിലേക്ക് മിന്നി മിന്നി അടിക്കാൻ തുടങ്ങി. ആ വെള്ള യൂണിഫോം ഇട്ട പെൺകുട്ടി ഇത് കാണുന്നു. അവള് സൂക്ഷിച്ചു നോക്കിയതും മൊബൈലിൽ വലിയ അക്ഷരത്തിൽ എന്തോ എഴുതിയിരിക്കുന്നത് കാണുന്നു. ലൈറ്റ് ഓഫ് ചെയ് എന്നായിരുന്നു അതിനകത്ത് എഴുതിയിരുന്നത്. അത് മനസ്സിലായതും അവള് വേഗം തന്നെ ഓടിച്ചെന്ന് ആ കടയ്ക്കുള്ളിൽ ലൈറ്റ് അണയ്ക്കുന്നു. അതോടെ വീണ്ടും സോംബികൾ ഫ്രീസ്. എന്ത് വേണമെന്നറിയാതെ ആകെ കൺഫ്യൂഷൻ ആയിട്ട് ഇതുങ്ങളെല്ലാം പിരിഞ്ഞു പോകാൻ തുടങ്ങി. പക്ഷേ അന്നേരമാണ് ആ റെസ്റ്റോറന്റിന്റെ വാതിലിന്റെ സ്ക്രീനിലായിട്ട് ഒരു പരസ്യം തെളിയുന്നത്. അവിടുത്തെ ഷെഫിന്റെ തന്നെ ഒരു പരസ്യമായിരുന്നേ. മനുഷ്യരൂപം കണ്ടതും പോയ സോംബികളെല്ലാം അതേപോലെ തിരികെ വന്നിട്ട് ആ ഗ്ലാസ്സിലുള്ള മനുഷ്യരൂപത്തെ കടിച്ചു പറിക്കാൻ നോക്കുവാണ്. ഇങ്ങനെ പോയാൽ ആ ഗ്ലാസ് എപ്പോ വേണമെങ്കിലും പൊട്ടി വീഴാം. നിങ്ങളൊരു പോലീസുകാരനല്ലേ, എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യ്. അവരെ പോലെ
നമ്മളിവിടെ സേഫ് അല്ല, ബാക്കപ്പ് വരുന്നത് വരെ നമുക്കിവിടെ കാത്തിരിക്കണം. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന യൂജീന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഈ സോംബികൾക്ക് മനുഷ്യന്മാര് തന്നെ വേണമെന്നില്ല. മനുഷ്യരുടെ രൂപം കണ്ടാൽ ഇതുങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യും. ആ കടയ്ക്കുള്ളിൽ തന്നെ മനുഷ്യന്മാരുടെ ഒരുപാട് ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു. നമുക്ക് ഇത് വെച്ച് അതുങ്ങളുടെ ശ്രദ്ധ തിരിക്കാം. എങ്കില് എന്റെ വീൽ ചെയർ ഞാൻ തരാം. ചേച്ചി എന്തായി പറയുന്നത്? അതില്ലാതെ എങ്ങനാ? ഈ വീൽ ചെയർ വെച്ച് എനിക്ക് എന്തായാലും പുറത്തേക്ക് പോകാൻ പറ്റില്ല. പിന്നെ അതിനകത്തുള്ള ആൾക്കാരെ അങ്ങനെ മരിക്കാൻ വിടാനും പറ്റില്ല. ചോയ് നിർബന്ധം പറഞ്ഞതും ജീചാങ് അതിന് സമ്മതിക്കുന്നു. അങ്ങനെ പ്ലാൻ ചെയ്ത കണക്ക് തന്നെ വീൽ ചെയറിനകത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ മുഴുവനും കെട്ടിവെക്കുന്നു. സോംബികളുടെ ശ്രദ്ധ മുഴുവനും മറ്റേ കടയിലേക്കല്ലേ. ഈ തക്കുന്നൊക്കെ യുജിൻ പതിയെ വാതിൽ തുറന്നുകൊണ്ട് വീൽ ചെയർ ഓട്ടോമാറ്റിക് മോഡിലാക്കിയ ശേഷം മുന്നിലേക്ക് തള്ളിവിട്ടു. ഇത് കണ്ടതും സോംബികൾ സകലതും കൂടി നേരെ ആ വീൽ ചെയറിന്റെ പിറകെ പായാൻ തുടങ്ങി. സോംബികൾ പോയെന്ന് കണ്ടതും യുജിൻ വേഗം മറ്റേ കടയിലുള്ളവരെ അകത്തേക്ക് വിളിക്കുന്നു. ആദ്യം ആ വെള്ള യൂണിഫോം ഇട്ട പെൺകുട്ടിയാണ് പോകുന്നത്. കൂടെ തന്നെ ആ ഷെഫും പിന്നെ മറ്റൊരു സ്ത്രീയും കൂടി ഓടി അകത്തേക്ക് കയറുന്നുണ്ട്. എന്നാ ആ ബുള്ളി ചെയ്യുന്ന രണ്ടെണ്ണം ഇല്ലേ, അതിലെ ആ പെണ്ണിനാണെങ്കിൽ ഒടുക്കത്തെ പേടി. മറ്റവനെയും കൂടെ പിടിച്ചു വെച്ചേക്കുവാണ്. ഒടുക്കം അവൻ അവളെയും കളഞ്ഞിട്ട് ഓടി അകത്തേക്ക് കയറിപ്പോയി. ലവളാണെങ്കിൽ പേടി കാരണം മറ്റേ കടയിലേക്ക് തന്നെ വീട് ഓടി കയറി. ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം. അതും പറഞ്ഞ് ഹാൻ മറ്റേ പെണ്ണിനെ കൂട്ടാനായിട്ട് അടുത്ത കടയിലേക്ക് കയറി ചെല്ലുന്നു. സോംബികൾ മുഴുവനും ആ വീൽ ചെയറിന്റെ പിറകെയല്ലേ. അതുങ്ങളെല്ലാം കൂടി മനുഷ്യന്മാരാണെന്ന് കരുതി ആ ഫ്ലെക്സ് ബോർഡിനെ ഇട്ട് കടിച്ചു പറിക്കുവാണ്. നമുക്ക് ഒട്ടും സമയമില്ല, വേഗം പോണം വാ. ഒരു വിധത്തിലാണ് ആ പെണ്ണിനെ പിടിച്ചു വലിച്ചുകൊണ്ട് ഹാൻ വരുന്നത്. എന്നാ അതുവഴി വന്ന ഒരു സോംബി ഇത് കാണുന്നു. ഇവരെ കണ്ടതേ അവരുടെ ദേഹത്തേക്ക് ഒരൊറ്റ ചാട്ടമായിരുന്നു. സോംബി ആ പെണ്ണിന്റെ നേരെ തിരിഞ്ഞതും അതിന്റെ ശ്രദ്ധ തിരിക്കാനായിട്ട് ഹാൻ വേറെ കടയിലേക്ക് കയറി ഓടുന്നു. തൊട്ട് പിറകെ ആ സോംബിയും ഓടി ഓടി ഒരു തുണിക്കടയിലേക്കാണ് അവൻ ചെയ്ത് കയറിയത്. പിറകെ ചെന്ന ആ സോംബി ആണെങ്കിൽ ഒരു ഫ്ലെക്സ് ബോർഡ് കണ്ടുകൊണ്ട് അതിനെ എടുത്തിട്ട് കടിച്ചു പറിക്കാൻ തുടങ്ങി. എന്നാൽ അല്പസമയം കഴിഞ്ഞതും ആ സോംബിക്ക് മനസ്സിലായി അതൊരു മനുഷ്യനല്ല എന്ന്. ഇവിടെയും ആ സോംബികൾ കൂട്ടത്തോടെ ഫ്ലെക്സ് ബോർഡ് ഇട്ട് കടിച്ചു പറിക്കുമല്ലേ. ആ കൂട്ടത്തിൽ ഒരു സോംബിക്ക് മനസ്സിലായി ഇത് മനുഷ്യന്മാരല്ല എന്ന്. ആ സെക്കൻഡിൽ തന്നെ അത് മറ്റു സോംബികൾക്ക് സിഗ്നൽ കൊടുക്കുന്നു. അതോടെ അവിടെ ഉണ്ടായിരുന്ന സകല സോംബികളിലേക്കും ആ മെസ്സേജ് പായുകയാണ്. ഫ്ലെക്സ് ബോർഡുകളൊന്നും മനുഷ്യന്മാരല്ല. ഇതിപ്പോ ഹാൻ നിൽക്കുന്ന കടയിലുണ്ടായിരുന്ന ആ സോംബിക്ക് മനസ്സിലായി. ഓരോ സെക്കൻഡിലും അതുങ്ങൾ സ്വയം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം മനസ്സിലായതും ആ സോംബി ഫ്ലെക്സ് ബോർഡ് വിട്ടിട്ട് നമ്മുടെ ഹാനിനെ തെരയാൻ തുടങ്ങി. കൃത്യം ഒളിച്ചിരുന്ന് അവനെ കാണുകയും ചെയ്തു. അത് മനസ്സിലായതേ എല്ലാം അവൻ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി. തൊട്ട് പിറകെ ആ സോംബിയും. അവൻ ഓടിച്ചെന്ന് ആ കടയിലേക്ക് കയറാനായിട്ട് തുടങ്ങിയതും ആ സെക്കൻഡിലാണ് മറ്റൊരു സോംബി വന്ന് അവനെ തള്ളിയിടുന്നത്. യൂജീൻ അവനെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും ആ പോലീസുകാരൻ സമ്മതിച്ചില്ല. അയാൾ വേഗം അവളെ അതിനകത്താക്കിയും കഥകടച്ചു കളഞ്ഞു. അവസാനം കൂട്ടത്തോടെ വന്ന സോംബികൾ മുഴുവനും നമ്മുടെ ഹാനിനെ അവിടെ കടിച്ചു കൊല്ലുകയാണ്. യൂജീൻ അടക്കം അവിടെ ഉള്ളവർക്കെല്ലാം അത് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റിയുള്ളൂ. ആ സെക്കൻഡിൽ തന്നെയാണ് ഹാനിന്റെ ഫോണിലേക്ക് അവന്റെ വൈഫിന്റെ കോള് വരുന്നത്. ഇത് കണ്ട യൂജീൻ അവരോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ ആകെ അങ്ങ് സ്തംഭിച്ചു പോയി. ഇതേ സമയം തന്നെ ആ ബിൽഡിങ്ങിന് വെളിയിൽ മുഴുവനും പോലീസുകാർ വളഞ്ഞിരിക്കുകയാണ്. ആ ബിൽഡിങ്ങിലുള്ള ഒരാളെ പോലും അകത്തേക്ക് വിടാതെ മുഴുവൻ അടച്ചുപൂട്ടി. സോംബികൾ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ബസ്സുകളെ ചുറ്റിനുമിട്ട് വലിയ ബാരിക്കേഡുകൾ പോലെ തീർത്തിട്ടുണ്ട്. അങ്ങനെ രാത്രിയായി. ഈ ബിൽഡിങ്ങിനകത്ത് ഒരുപാട് പേര് കുടുങ്ങിക്കിടപ്പില്ലേ. അവരുടെ ബന്ധുക്കളും മീഡിയാസും കൊണ്ട് ആ ബിൽഡിങ്ങിന് പുറത്താകെ നിറഞ്ഞിരിക്കുകയാണ്. പുറത്ത് നിൽക്കുന്ന ഈ പോലീസുകാരെ കണ്ട് അകത്തുള്ള സോംബികൾ മുഴുവനും അവരെ കടിച്ചു കയറാനുള്ള വെറിയിലാണ്. ഇതൊക്കെ നേരിട്ട് കണ്ടു നിൽക്കുന്ന ആ പോലീസുകാരുടെ അവസ്ഥ പറയണ്ടല്ലോ. എന്ത് ചെയ്യാനാ, ജോലി ഇതായി പോയില്ലേ. അതുങ്ങളങ്ങാണ് ആ ഗ്ലാസ് പൊട്ടിച്ചുവരെന്നുള്ള പേടിയിലാണ് അവരും. അങ്ങനെ സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യൂജീനും കൂടെയുള്ളവരുമെല്ലാം ഇപ്പോഴും ആ കടയ്ക്കുള്ളിൽ തന്നെ. പുറത്തേക്ക് ഇറങ്ങാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ. ഹാനിന്റെ ഫോണിലേക്കാണെങ്കിൽ വീണ്ടും വീണ്ടും കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്രയെന്ന് വെച്ചാ കോൾ എടുക്കാതിരിക്കുന്നത്. അവസാനം രണ്ട് കൽപ്പിച്ച് യൂജീൻ കോൾ അറ്റൻഡ് ചെയ്യുന്നു. അവന്റെ മകളായിരുന്നു കോളിൽ. ഫോണിൽ യൂജീൻ ആണെന്ന് കണ്ടതും പെട്ടെന്ന് ഹാനിന്റെ വൈഫ് വന്ന് ആ ഫോൺ അങ്ങ് മേടിക്കുന്നു. അവൻ എന്താ പറ്റിയത്? അവൻ കുറെ ആൾക്കാരെ രക്ഷിച്ചു. എന്നിട്ട് എന്താ പറ്റിയത്? അതിന് മറുപടി പറയാൻ യൂജിനെ കൊണ്ടായില്ല. അവളുടെ ആ മൗനം കൊണ്ട് തന്നെ അവൻ എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക എന്നും അവന്റെ വൈഫിന് മനസ്സിലായി. അപ്പോഴേക്കും ഹാനിയുടെ മകൾ അടുത്തേക്ക് ഓടി വന്നു. അത് കണ്ടതേ അവർ പെട്ടെന്ന് കോളം കട്ട് ചെയ്തു. കോള് കട്ടായ നിമിഷം യൂജിയെ നോക്കിയത് ഹാൻ രക്ഷിച്ച ആ പെൺകുട്ടിയാണ്. എന്തൊക്കെയോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ആ വെള്ള യൂണിഫോം ഇട്ട പെൺകുട്ടിയുടെ ചവിട്ടുകയാണ് ആ വിടല. അതിനെ രക്ഷിക്കാനാണല്ലോ അവൻ ജീവൻ കളഞ്ഞത്. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഇവരുടെ കൂട്ടത്തിലൊരു പോലീസുകാരുണ്ടായിരുന്നല്ലോ. അയാള് പുറത്തുള്ള ആൾക്കാരെ വിളിച്ച് സഹായം ചോദിക്കുകയാണ്. നമ്മുടെ ചോയുടെ വീൽ ചെയറിലല്ലേ നേരത്തെ ഫ്ലെക്സ് ബോർഡുകൾ കെട്ടി പുറത്തേക്ക് വിട്ടത്. അതുകൊണ്ട് അവൾക്ക് പുറത്തേക്ക് പോകാൻ വേറെ മാർഗമൊന്നുമില്ലല്ലോ. നമ്മുടെ ജീച്ചാങ് ആണെങ്കിൽ ചെയർ പോലെ ഒന്നെടുത്ത് അവന്റെ പുറകിലേക്ക് കെട്ടിവെക്കുന്നു. സാധാരണ അവൻ പുറത്തേക്ക് ട്രെക്കിങ്ങിനൊക്കെ പോകാറുള്ളപ്പോൾ ഇങ്ങനെയാണ് അവൻ അവന്റെ ചേച്ചിയെ കൊണ്ടുപോകാറുള്ളത്. നീ എന്നെ എടുത്തോണ്ട് പോകാൻ പോവാണോ? ഞാനല്ലാതെ പിന്നെ നിന്നെ ആരെടുക്കാനാ? നമ്മൾ ഇങ്ങനല്ലേ ക്യാമ്പിങ്ങിന് പോകാറുള്ളതും. അപ്പോഴേക്കും ആ പോലീസുകാരന് കോള് കഴിഞ്ഞിട്ട് വന്നു. നമ്മളെ രക്ഷിക്കാൻ റെസ്ക്യൂ ടീം വരില്ലേ? ഇല്ല, നമ്മളെ രക്ഷിക്കാൻ ആരും വരില്ല. അത്രയും ഭീകരമായ ഒരു പകർച്ചവ്യാധിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എന്ത് തരം വൈറസ് ആണെന്ന് അറിയുന്നത് വരെ ഈ കെട്ടിടം മുഴുവൻ ക്വാറന്റൈനിലാണ്. പക്ഷേ നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. സിയോ എന്ന ഒരുത്തനാണ് ഈ പകർച്ചവ്യാധി നടത്തിയിരിക്കുന്നത്. അയാൾ തന്റെ ശരീരത്തിലേക്ക് സ്വയം വാക്സിൻ കുത്തിവെച്ചിട്ടുണ്ട്. അവനെ കണ്ടെത്തി പുറത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റും. ഇന്ന് നടന്ന സെമിനാറിൽ അവൻ വന്നിരുന്നു.
വന്നിരുന്നു. പക്ഷേ അവൻ പുറത്തേക്ക് പോയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ അവൻ ഈ ബിൽഡിംഗിൽ എവിടെയെങ്കിലും കാണുന്ന ഉറപ്പാ. ആ പോലീസുകാരൻ പറഞ്ഞത് കേട്ടത് യൂജിൻ ഇന്ന് നടന്ന കാര്യം ഓർമ്മ വരുന്നു. കിമ്മിന്റെ പുറകെ സിയോ കയറി പോകുന്നത് അവൾ കണ്ടതാണല്ലോ. അവൻ ആ VIP റൂമിലേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടതാ. VIP റൂം എന്ന് പറയുന്നത് 3rd ഫ്ലോറിലായിട്ട് വരും. എങ്കിൽ സിയോ അവിടെ തന്നെ കാണുമെന്ന് ഉറപ്പിച്ചു അവര്. പക്ഷേ ഇവിടുന്ന് പുറത്തിറങ്ങിയാലല്ലേ അങ്ങോട്ട് പോകാൻ പറ്റൂ. അപ്പോഴാണ് യൂജിൻ അവൾക്ക് മനസ്സിലായ ഒരു കാര്യം പറയുന്നത്. പുറത്തുള്ള ആ സോംബികൾ പരസ്പരം വിവരം കൈമാറുന്നതിലൂടെ ഓരോ നിമിഷം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അവര് 4 കാലിലായിരുന്നു നടന്നിരുന്നത്. മനുഷ്യന്മാരെയും ഫ്ലെക്സ് ബോർഡുകളും കണ്ട് മനസ്സിലാക്കി. ഇപ്പൊ അവര് 2 കാലിലാണ് നടക്കുന്നത്. മനുഷ്യരെ തിരിച്ചറിയാനുള്ള അവരുടെ കഴിവും കൂടി വരികയാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവയ്ക്ക് തെറ്റായ വിവരങ്ങൾ കൈമാറണം. നമ്മൾ എങ്ങനെ അവർക്ക് തെറ്റായ വിവരങ്ങൾ കൈമാറുന്നത്? നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാള് ശരീരത്തിൽ ഒരു പ്രത്യേക ഗന്ധവും പുറപ്പെടുവിച്ചുകൊണ്ട് അതുങ്ങളുടെ അടുത്തേക്ക് പോകണം. അപ്പോ ആ ഗന്ധമാണ് മനുഷ്യരുടെ എന്ന് കരുതി അവരെ എല്ലാവർക്കും വിവരങ്ങൾ കൈമാറും. ആ സമയം ഇവിടെയുള്ള ബാക്കിയുള്ളവർ മുഴുവനും മറ്റൊരു ഗന്ധവും പുഷിക്കൊണ്ട് ഇവിടെ അനങ്ങാതെ നിൽക്കണം. വ്യത്യസ്ത ഗന്ധമായതുകൊണ്ട് തന്നെ നമ്മളെ മനുഷ്യരായിട്ട് അതുങ്ങൾ തിരിച്ചറിയില്ല. പിന്നീട് അതുങ്ങളുടെ തെറ്റ് മനസ്സിലാക്കുന്നത് വരെ നമുക്ക് കുറച്ച് സമയം കിട്ടും. ഇത് കേട്ടത് ആ കൂട്ടത്തിലെ പ്രായമായ ഒരാൾ താൻ പുറത്തേക്ക് പോകാമെന്ന് പറയുന്നു. താൻ 100% തോറ്റുപോകും. കുറച്ചുകൂടി ഫിറ്റായ ഒരാളെ തിരഞ്ഞെടുക്കുന്നതല്ലേ നല്ലത്. അത് കേട്ടതേ അപ്പൂപ്പൻ അങ്ങേരുടെ കൈ പിടിച്ചൊരൊറ്റ തിരിപ്പ്. റിട്ടയർഡ് ആകുന്നതിന് മുന്നേ ഞാൻ ട്രാക്ക് ആൻഡ് ഫീൽഡിലെ കോച്ചായിരുന്നു. ഇനി പറ ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ എല്ലാവരും അവരുടെ ദേഹം മുഴുവനും സെല്ലോട്ടപ്പ് വെച്ച് വരിഞ്ഞു കിട്ടുന്നു. സോംബിയുടെ കടി കിട്ടാതിരിക്കാനാണേ. പിന്നെ അവിടെയുള്ള എല്ലാവരും ചേർത്ത് ഫോണിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും വിവരങ്ങൾ കൈമാറണമെങ്കിൽ ഗ്രൂപ്പ് ചാറ്റിൽ അയച്ചാൽ മതി. ശേഷം യൂജിൻ ഒരു പെർഫ്യൂമിന്റെ ബോട്ടിൽ എടുത്തുകൊണ്ടുവന്ന് ആ അപ്പൂപ്പന്റെ ദേഹത്ത് മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നു. ഇപ്പൊ അയാളെ മൊത്തത്തില് ആ പെർഫ്യൂമിന്റെ ഗന്ധമാണേ. എല്ലാം കഴിഞ്ഞതും അയാൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഡാ പൊട്ടന്മാരെ, ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് തൊടതാ പറഞ്ഞുകൊണ്ട് അപ്പൂപ്പൻ ഒരു ഒറ്റ ഓട്ടം. അത് കേട്ട് സകല സോബികളും പിറകെ. അപ്പൂപ്പൻ ചില്ലറക്കാരനല്ല കേട്ടോ. തികച്ചും ഒരു അഭ്യാസിയെ പോലെ അവിടെ ചാടി ഇവിടെ ചാടി ഒരു ഓട്ടമായിരുന്നു. സോംബികൾക്കൊന്നും പിടിക്കാൻ പോലും കിട്ടിയില്ല. മാത്രമല്ല ഇപ്പോൾ അപ്പൂപ്പന്റെ ഗന്ധം ആ സോംബികൾ പിടിച്ചെടുത്തിട്ടുണ്ട്. മനുഷ്യരുടെ ഗന്ധം ഇതാണെന്ന് അതുങ്ങൾ സിഗ്നൽ കൊടുക്കുകയും ചെയ്തു. ഈ ഗ്യാപ്പ് നോക്കി അപ്പൂപ്പൻ പെർഫ്യൂം കടയിലേക്ക് ഓടിച്ചെന്ന് അതേ ഫ്ലേവറുകളുള്ള സകല പെർഫ്യൂംസുകൾ വാരിയെടുക്കുന്നു. അപ്പോഴേക്കും അപ്പൂപ്പന്റെ ഗന്ധവും പിടിച്ച് സോംബികൾ അവിടേക്ക് എത്തി. പക്ഷേ ആളെ പിടികൊടുത്തില്ല. വിദഗ്ധമായിട്ട് വഴുതി മാറി ഓടുകയാണ്. വരുന്ന സോംബികളെ മുഴുവൻ ഇടിച്ചു തെറിപ്പിച്ചും കുറെ ബിയർ ബോട്ടിലിന്റെ കുപ്പികളൊക്കെ വാരി എറിഞ്ഞും അപ്പൂപ്പൻ ഓടടാ ഓട്ടം. തറയിൽ വീണ ബിയറിലും വൈനിലും ഒക്കെ വഴുക്കി സോംബികളെല്ലാം നിലത്തേക്ക് വീണുപോയി. ഈ ഗ്യാപ്പ് നോക്കി നമ്മുടെ അപ്പൂപ്പനോടെ അകത്തേക്കും കയറി. യൂജിൻ വേഗം തന്നെ പെർഫ്യൂം ബോട്ടിലുകൾ ഓരോന്നെടുത്ത് നിലത്തേക്ക് ഒഴിക്കാൻ തുടങ്ങി. തൊട്ടടുത്തുള്ള റൂമിലേക്കാണ് അവൾ ഒഴിച്ചുകൊണ്ട് പോയത്. അവിടെ മനുഷ്യരെ പോലത്തെ കുറെ പ്രതിമകളുണ്ടേ. അതിന്റെ ദേഹത്തെല്ലാം ഈ പെർഫ്യൂം പൂശുന്നു. അവിടെയുള്ള ബാക്കി എല്ലാവരും അവിടെ എന്തോ ഒരു തരം ലിക്വിഡ് ഇരിപ്പുണ്ടായിരുന്നേ. അതെടുത്ത് അവിടെ എല്ലാവരുടെ ദേഹത്തേക്ക് പൂശുന്നു. ഇപ്പൊ അവർക്ക് എല്ലാവർക്കും ആ ലിക്വിഡിന്റെ വല്ലാത്തൊരു നാറ്റമാണ്. എല്ലാം സെറ്റായി കഴിഞ്ഞതും അവര് പതിയെ വാതിലങ്ങ് തുറന്നിട്ടു. അതുവഴി ആദ്യം ഒരു സോംബി പതുക്കെ അകത്തേക്ക് കയറി. അവിടെ ഉള്ളവരെല്ലാം പ്രതിമകളെ പോലെ തന്നെ അനങ്ങാതെ ഫ്രീസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. നേരത്തെ അപ്പൂപ്പൻ ദേഹത്ത് പൂശിയ ഒരു പെർഫ്യൂം ഇല്ലേ, അതാണ് മനുഷ്യന്മാരെന്നാണ് സോംബികളുടെ വിചാരം. അവരെല്ലാവരും ആ മണമാണ് തേടുന്നതും. ഇവരുടെ ദേഹത്തേക്ക് ഇപ്പോൾ വേറെ സ്മെല്ലായതുകൊണ്ട് തന്നെ സോംബികളൊന്നും ഇവർ തിരിച്ചറിയുന്നില്ല. ഇല്ല പെണ്ണാണെങ്കിൽ പേടിച്ച് നിലവിളിച്ചിട്ട് ഇപ്പൊ കരയെന്ന് പറഞ്ഞുള്ള നിൽപ്പാണ്. എന്തോ ഭാഗ്യത്തിന് അനങ്ങാതെ നിൽപ്പുണ്ട്. അങ്ങനെ തേടി നടന്ന് അവസാനം അവർ ആ പെർഫ്യൂം പൂശിയിരിക്കുന്ന മുറിയിലെത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന പ്രതിമകളെല്ലാം മണം കിട്ടിയതും അതാണ് മനുഷ്യരെന്ന് കരുതി എല്ലാവരും കൂട്ടത്തോടെ വന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. സോംബികൾ മുഴുവൻ അകത്തേക്ക് കയറിയതും ബാക്കിയുള്ളവരെല്ലാം ശബ്ദം ഉണ്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇവിടെയെല്ലാം കൂടി പ്രതിമകളെ ഇട്ട് കടിയോട് കടി. എന്നാൽ അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത് മനുഷ്യരല്ല എന്ന് അവർക്ക് മനസ്സിലായി. ആ സെക്കൻഡിൽ തന്നെ സകല സോംബികൾക്ക് സിഗ്നൽ കൊടുക്കുന്നു. ഈ വിവരം കൈമാറുമ്പോൾ കുറച്ചു നേരം എല്ലാം കൂടി ഫ്രീസായി നിൽക്കില്ലേ, ആ ഗ്യാപ്പിലാണ് രക്ഷപ്പെടേണ്ടത്. സോംബികൾ ഫ്രീസായെന്ന് കണ്ടതും എല്ലാവരും വേഗത്തിൽ മുന്നോട്ടേക്ക് ഓടാൻ തുടങ്ങി. ഇല്ല വെടലപ്പണാണെങ്കിൽ നേരെ ചെവ്വ ഓടാതെ ഒരു സോംബി ചെന്ന് ഇടിച്ചിടുകയും ചെയ്തു. ആ വെള്ള യൂണിഫോം ഇട്ട പെൺകുട്ടിയും ജീചാങ്ങും ചെന്ന് അതിനെ പിടിച്ചെണീപ്പിക്കാൻ നോക്കുവാണ്. യൂജീനെ പെട്ടെന്നൊരു ഐഡിയ തോന്നിയതും അവള് വേഗം ഒരു ലൈറ്റർ കത്തിച്ച് ഫയർ സ്പ്രിംഗ്ലേഴ്സിന്റെ അടുത്തേക്ക് കാണിക്കുന്നു. അതോടെ അവിടെ മുഴുവൻ വെള്ളം ചീറ്റാൻ തുടങ്ങി. എന്നാൽ വെള്ളം അങ്ങോട്ട് വീണതേ സോംബികളുടെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ കട്ടായി പോയി. അതോടെ ആ കടയിലുള്ള സോംബികൾ കൈമാറിയ വിവരങ്ങൾ ഇവിടെയുള്ള സോംബികൾക്ക് കിട്ടുന്നില്ല. അവരവിടെ ഫ്രീസിംഗ് മോഡിൽ തന്നെ നിന്നുപോയി. പക്ഷേ ആ കടയിലുണ്ടായിരുന്ന സോംബികൾ ഇവരുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്നു. അതുങ്ങൾ ഇവരെ അറ്റാക്ക് ചെയ്തെങ്കിലും സകലതിനെയും അടിച്ചിട്ട് ഒരു വിധത്തിൽ എല്ലാവരും കൂടി ഓടി ലിഫ്റ്റ് കയറി ക്ലോസ് ചെയ്തു. ആ കടയിലുണ്ടായിരുന്ന സോംബികൾ മാത്രമായതുകൊണ്ടാണ് ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റിയതും. ബാക്കിയെല്ലാം കമ്മ്യൂണിക്കേഷൻ കട്ടായിട്ട് ഇപ്പോഴും ഫ്രീസായി നിൽക്കുവാണേ. ആ സെക്കൻഡിൽ തന്നെ അവിടെ സ്പ്രേ ചെയ്തുകൊണ്ടിരുന്ന വെള്ളവും നിന്നിരുന്നു. അങ്ങനെ ഇപ്പോ എല്ലാവരും കൂടി 3ാമത്തെ നിലയിലേക്കാണ് പോകുന്നത്. അവിടെയുള്ള VIP റൂമിലല്ലേ അവൾ സിയോയെ കണ്ടത്. ഭാഗ്യത്തിന് ആ നിലയിൽ സോംബികളൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം തന്നെ എല്ലാവരും VIP റൂമിനുള്ളിലേക്ക് കയറുന്നു. ആ പോലീസുകാരൻ നോക്കിയപ്പോൾ ബാത്റൂമിന്റെ ഡോറ് ചെയർ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എങ്കിൽ പിന്നെ അവൻ അതിനകത്ത് തന്നെ കാണും. വിചാരിച്ചതുപോലെ തന്നെ ഡോർ തുറന്നതും ദേ നിൽക്കുന്ന ഒരു കൂസലുമില്ലാതെ അപ്പൊ തന്നെ കൈവിലങ്ങ് വെച്ച് അയാൾ അവനെ അറസ്റ്റ് ചെയ്തു. സിയോയാണെങ്കിൽ ഇതൊക്കെ താൻ പ്രതീക്ഷിച്ചതുപോലാണ് നിൽപ്പ്. നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. അവരുടെ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യാൻ വെള്ളം ഉപയോഗിച്ചാൽ മതി എന്നുള്ളത് നിന്റെ ഐഡിയ ആയിരുന്നോ? പക്ഷേ അതൊരു പൊട്ട തെറ്റായിരുന്നു കേട്ടോ. വെള്ളം പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകുന്ന ഒന്നാണ്. ആ വെള്ളം എയറിലുള്ള അവരുടെ കമ്മ്യൂണിക്കേഷനുമായിട്ട് മിക്സ് ആയാലോ അവരുടെ കമ്മ്യൂണിക്കേഷൻ വേഗത്തിലാകും. എന്നാ അവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവൾ മൈൻഡ് പോലും കൊടുത്തില്ല. നമുക്കെല്ലാവർക്കും 30ാമത്തെ നിലയിലുള്ള റൂഫ് ടോപ്പിലേക്ക് പോകാം. അവിടെ എത്തിയ റെസ്ക്യൂ ടീമിന് വരാനും എളുപ്പമായിരിക്കും. ഈ റെസ്ക്യൂ ടീമിനെ ഇറങ്ങി വന്ന് ഇവന്മാരെല്ലാം വെടിവെച്ച് കൊന്നൂടെ? ഇവരെല്ലാവരും രോഗികളാണ്. ഒരു കാരണവുമില്ലാതെ അതുങ്ങളെ
ഒന്നും കൊല്ലരുതെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഈ രാക്ഷസന്മാരാണോ രോഗികള്? ഏത് രോഗികളെ ആൾക്കാരെ കൊല്ലുന്നത്? അവർ രോഗികളോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും ഇവനെ കൊണ്ട് എത്രയും പെട്ടെന്ന് 30ാമത്തെ നിലയിലെത്തണം. റെസ്ക്യൂ ടീം അവിടെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാമല്ലോ. അങ്ങനെ അധികം തർക്കത്തിന് നിൽക്കാതെ എല്ലാവരും സിയോയും കൊണ്ട് 30ാമത്തെ നിലയിലേക്ക് പോകാനായിട്ട് ലിഫ്റ്റിനകത്തേക്ക് കയറുന്നു. അവിടെയുള്ള സ്റ്റാഫുകൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാർഗോ ലിഫ്റ്റ് വഴിയാണ് ഇവർ പോകുന്നത്. ജീചാങ് അവിടുത്തെ സ്റ്റാഫ് ആയതുകൊണ്ട് അവൻ അതറിയാം. അങ്ങനെ ലിഫ്റ്റിനുള്ളിൽ കയറി എല്ലാവരും 30ാമത്തെ നില പ്രസ് ചെയ്യുന്നു. നിങ്ങളുടെ ഈ പ്രായത്തിലും നിങ്ങൾ നല്ല ഫിറ്റാണ്. ആ സോംബികളുടെ കയ്യിൽ പെടാതെ വെട്ടിച്ചോടിയ രീതി ഉണ്ടല്ലോ, അതൊക്കെ സൂപ്പർ ആയിരുന്നു. അവനത് പറഞ്ഞത് കേട്ടതും അയാളും നമ്മുടെ യൂജിനൊക്കെ ഒന്ന് ഞെട്ടി. കാരണം ഇത്രയും നേരം ഇവൻ ആ ബാത്റൂമിൽ പൂട്ടിക്കിടക്കുമായിരുന്നല്ലോ. അവൻ എങ്ങനെയാണ് അപ്പൂപ്പൻ ആ സോംബികളുടെ പിടികൊടുക്കാതെ ഓടിയതൊക്കെ കാണുന്നത്? അവർ ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ടൈമിൽ തന്നെ അവൻ വേഗം 9ാമത്തെ നിലയൊക്കെ പ്രസ് ചെയ്തു. ആ സെക്കൻഡിൽ തന്നെ ലിഫ്റ്റിന്റെ വാതിലും കൂടി തുറന്നതും അവിടെ ഉണ്ടായിരുന്ന സോംബികൾ മുഴുവൻ ഏരച്ചകത്തേക്ക് കയറുവാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന ഒരു അറ്റാക്ക് അല്ലേ. അത് കാരണം എല്ലാവർക്കും പെട്ടെന്നൊന്നും ചെയ്യാനും പറ്റിയില്ല. ജീചാങ്ങും ആ പോലീസുകാരനും കൂടി കുറെ എണ്ണത്തേക്ക് അടിച്ച് പുറത്തേക്ക് കളഞ്ഞു. പക്ഷേ നമ്മുടെ അപ്പൂപ്പനെ പിന്നെ ആ ബുള്ളിങ് ഗ്യാങ്ങിലുള്ള ഒരുത്തരില്ലേ, അവനെയും സോംബികൾ പിടിച്ചുകൊണ്ട് പോയിരുന്നു. എന്നാൽ സിയോയാണെങ്കിൽ ഇതിനിടയിൽ കൂടി കൂളായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അവനെ സോംബികൾ ഒന്നും ചെയ്യുന്നില്ല. ജീചാങ്ങും യൂജിനും എല്ലാം ഒരു ഞെട്ടലോടെയാണ് അത് കണ്ടത്. ബാക്കിയുള്ള സോംബികളെല്ലാം ഒരു വിധത്തിൽ അടിച്ച് പുറത്തിറക്കി അവർ പെട്ടെന്ന് ഡോർ ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ 30ാമത്തെ നിലയിലെത്തിയതും വീണ്ടും ഡോർ തുറന്നു. അവിടെയാണെങ്കിൽ സോംബികൾ ഒരുമാതിരി ഇവരെ അനുകരിക്കുന്നത് പോലെ ജീചാങ്ങിനെ പുറത്ത് കെട്ടിവെച്ചേക്കുമല്ലേ അവന്റെ ചേച്ചിയെ. ദേ അത് കണ്ടതും 2 സോംബികൾ അതുപോലെ അനുകരിക്കുന്നു. അവരെ വേഗം തന്നെ ആ ഡോറും ക്ലോസ് ചെയ്തു. ഇനി എന്ത് വേണമെന്നറിയാതെ എല്ലാവരും ആകെ കൺഫ്യൂസ്ഡായി നിൽക്കുവാണ്. ജീചാങ്, ഇവിടുത്തെ കൺട്രോൾ റൂം ഏതാ? അവിടെ ചെന്നാ നമുക്ക് ഇവിടുത്തെ മുഴുവൻ CCTVകളും കാണാൻ പറ്റില്ലേ? അത് വെച്ച് അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ചോദിച്ചപ്പോഴാണ് ജീചാങ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. കൺട്രോൾ റൂം ബേസ്മെന്റിലാ, B2 എങ്കിൽ നമുക്ക് എല്ലാവർക്കും അവിടേക്ക് പോകാം. അങ്ങനെ അവരെ എല്ലാവരും B2 ലക്ഷ്യമാക്കി പോകുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ മരിച്ചുപോയ ഹാനില്ലേ, അവന്റെ വൈഫിനെയാണ്. ഗോങ് എന്നാണ് അവളുടെ പേര്. അവളും ഒരു സയന്റിസ്റ്റ് ആണ്. നമ്മുടെ സൈക്കോ ആയ സിയോ ഇത്രയും നാള് രഹസ്യമായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ലാബുണ്ട്. ഇപ്പോ ഒരു റിസർച്ച് ടീമിന്റെ കൂടെ അവളും അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അകത്തേക്ക് കയറിയതേ അവിടുത്തെ സജ്ജീകരണങ്ങളെല്ലാം കണ്ട് എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. ഒരു വലിയ ലാബ് തന്നെ അവൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് കണ്ണാടിക്കൂടുകൾ നിറയെ കുരങ്ങന്മാരാണ്. എല്ലാം ഒരുമാതിരി ഫ്രീസ് ആയതുപോലെയാണ് ഇരിക്കുന്നതും. പക്ഷേ അതിനൊക്കെ ജീവനുണ്ട്. എന്നാ അവർ നോക്കുമ്പോൾ ഒരു കൂട്ടിനകത്ത് കിടന്ന കുരങ്ങനെ മാത്രം കാണുന്നില്ല. എന്നാ അടുത്ത സെക്കൻഡിൽ ആ കുരങ്ങനെടുത്ത് താഴേക്ക് ഒരു ചാട്ടമായിരുന്നു. അതിന്റെ കൂടെ ആ കണ്ണാടിൽ കൂടി കിടന്നിരുന്ന സകല കുരങ്ങന്മാരും അനങ്ങാൻ തുടങ്ങി. തല കൊണ്ട് ഇടിച്ചിടിച്ച് നിമിഷങ്ങൾ കൊണ്ട് ഗ്ലാസുകൾ പൊടിച്ച് എല്ലാം കൂടി പുറത്തേക്ക് ചാടുന്നു. എന്നാ അതൊക്കെ പെട്ടെന്ന് കാണാതാവുകയും ചെയ്തു. ഇതുങ്ങളെല്ലാം കൂടി എവിടെ പോയെന്ന് അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് എല്ലാവരും. എവിടെയാണെന്ന് വെച്ചാൽ അതേ നിൽക്കുന്നു കൂട്ടത്തോടെ റൂഫില്. അടുത്ത നിമിഷം തന്നെ എല്ലാം കൂടി കൂട്ടത്തോടെ ആക്രമണം അങ്ങ് തുടങ്ങി. പട്ടാളക്കാരും തുരുതുര വെടിവെക്കാൻ നോക്കുന്നുണ്ട്. എന്നാ ആ ബുള്ളറ്റിനേക്കാളും സ്പീഡായിരുന്നു കുരങ്ങന്മാർക്ക്. പേടിച്ചു പോയ ഗോങ് വേഗം ഒരു മുറിയിലേക്ക് ഓടി കയറി. എന്നാ അവളുടെ ദേഹത്തേക്ക് ചാടി വീണു ഒരു കുരങ്ങൻ. അതവളെ കടിച്ചില്ല എന്ന ആയുധം പെട്ടെന്ന് ആരും അതിൽ വെടിവെച്ചങ്ങ് കൊന്നുകളഞ്ഞു. എന്നാ ആ സെക്കൻഡിൽ തന്നെ ബാക്കിയുണ്ടായിരുന്ന സകല കുരങ്ങുമാരും ഫ്രീസായി പോയി. ആർക്കും ഒന്നും മനസ്സിലായില്ല എന്താ ഇപ്പൊ ശരിക്കും നടന്നത്. ഗോങ്ങും വല്ലാതങ്ങ് വണ്ടറായി പോയി. അവള് വേഗം ആ ലാബ് മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ കുറെ കുരങ്ങന്മാരുടെ ഫോട്ടോ ഒടിച്ചിരിക്കുന്നത് കാണുന്നത്. അതിൽ നടുക്കായിട്ട് ഒരു വലിയ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നമ്പർ 1 ആണ് ആ കുരങ്ങിന് നമ്പർ ഇട്ടേക്കുന്നതും. ആ കുരങ്ങനിൽ നിന്നുമാണ് ബാക്കി എല്ലാ കുരങ്ങന്മാർക്ക് നമ്പർ പോയിരിക്കുന്നതും. അവള് വേഗം തന്നെ ആക്രമിച്ച ആ കുരങ്ങന്റെ നമ്പർ നോക്കുന്നു. അത് നമ്പർ 1 കുരങ്ങായിരുന്നു. എന്ന് വെച്ചാൽ ആദ്യം വൈറസ് ബാധിച്ച കുരങ്ങനായിരുന്നു അത്. ഈ കുരങ്ങനിൽ നിന്നാണ് ബാക്കിയുണ്ടായിരുന്ന കുരങ്ങുകൾക്കെല്ലാം വൈറസ് ബാധിച്ചതും. എന്ന് വെച്ചാൽ 1ാമത്തെ കുരങ്ങനാണ് ഇവരുടെ എല്ലാം കമ്മ്യൂണിക്കേറ്റർ. അത് ചത്തുപോയതും ബാക്കിയുണ്ടായിരുന്ന സകല കുരങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കട്ടായി. അതെല്ലാം ഫ്രീസായി പോയതും. അതേസമയം ഇവിടെ നമ്മുടെ ടീം മുഴുവനും പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് കൺട്രോൾ റൂം ഉള്ളതും. പക്ഷേ ഇവിടെ നിറയെ സോംബികളാണേ. അവിടെയും ദേ 2-3 സോംബികളൊക്കെ ഒട്ടിയിരിക്കുന്നു. ആരെ കടിക്കണം എപ്പ കടിക്കണം എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ് എല്ലാം കൂടി. എല്ലാവരും ശബ്ദമുണ്ടാക്കാതെ ഓരോ കാറുകൾക്കിടയിൽ കൂടി പതിയെ മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. എന്നാ പോകുന്ന കൂട്ടത്തിൽ ഒരു വെടല പെണ്ണില്ലേ, അത് കൃത്യമായിട്ട് തറയിൽ കിടന്ന ഒരു കാനിൽ തന്നെ കയറി ചവിട്ടി. ശബ്ദം കേട്ട് ആ ഒട്ടി നിന്ന സോംബികൾ മുഴുവൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നു. പക്ഷേ അവർ നോക്കിയപ്പോ അവിടെ ആരുമില്ല. സാധാരണ സോംബികളാണെങ്കിൽ അതൊക്കെ വിടും. എന്നാ ഇവരുടെ ബുദ്ധി വിമാനമാണേ. അത് ദേ തല കുത്തിക്ക് കുനിഞ്ഞു കിടന്ന് കാറിന്റെ കീഴിൽ കൂടെ നോക്കുന്നു. ആരെങ്കിലും അവിടെ ഒളിച്ചു നിൽപ്പുണ്ടെങ്കിൽ അവരുടെ കാല് കാണാമല്ലോ. പക്ഷേ അവിടെ ആരുടെയും കാലില്ല. എങ്ങനെയാന്ന് വെച്ചാ ആ വിടലപ്പെണ്ണ് മറ്റൊരു കാറിൽ ചവിട്ടി ഏറിൽ നിൽക്കുവാണ്. അതുകൊണ്ട് മാത്രം ഒരു രക്ഷപ്പെട്ടു. അവിടെ ആരുമില്ലെന്ന് കരുതി സോംബികളുടെ ശ്രദ്ധ വീണ്ടും മാറി. അതോടെ എല്ലാവരും വേഗം തന്നെ ഓടിച്ചെന്ന് കൺട്രോൾ റൂമിനകത്ത് കയറി കഥ കടയ്ക്കുന്നു. അകത്ത് കയറിയതേ ചോയെ വേഗം CCTV വഴി സിയോയെ തപ്പാൻ തുടങ്ങി. പക്ഷേ യൂജിന്റെ മനസ്സിലെ ലിഫ്റ്റിൽ വെച്ച് സിയോ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അപ്പൂപ്പൻ ചെയ്ത കാര്യവും അവള് ചെയ്ത കാര്യമൊക്കെ അവൻ അങ്ങനെ അറിയാൻ പറ്റി. നമ്മൾ ചെയ്യുന്നത് അവൻ നോക്കി നിൽക്കുന്നത് പോലെ പറഞ്ഞത്. ഈ സോംബികളുടെ കണ്ണിലൂടെ അവന് നമ്മളെ കാണാൻ കഴിയുമെങ്കിലോ എന്ന് വെച്ചാ ഈ രാക്ഷസന്മാർ എന്ത് കണ്ടാലും അവന് ഇതേ കാര്യം കാണാൻ പറ്റുമോ? യൂജിന് ആകെ കൺഫ്യൂഷനിലാണ്. അവൾ അതിന്റെ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചോയ് CCTV വഴി സിയോയെ കണ്ടെത്തുന്നത്. സോംബികളുടെ ഇടയിലൂടെ കൂളായിട്ട് നടന്നു പോവുകയാണ് അവൻ. കയ്യിൽ ഇപ്പോഴും ആ വിലം കൊണ്ടേ. അവൻ പോയത് 3ാമത്തെ നിലയിലേക്കായിരുന്നു. അവിടെയാണല്ലോ കിം ഉള്ളത്. അവൻ ആദ്യം വൈറസ് കുത്തിവെച്ച CEO ഇല്ലേ, അയാളെ കാണാൻ വേണ്ടിയാണ് വന്നത്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ എന്നെ പൂട്ടിയിട്ടത് കാരണം നിന്നെ കണ്ടുപിടിക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. അതുകൊണ്ട് വേഗം എന്നെ കടിക്ക്. അവൻ അതങ്ങോട്ട് പറഞ്ഞതേ
ബർഗർ കടിക്കുന്നത് മാതിരി അവന്റെ കൈ നോക്കി ഒരൊറ്റ കടിയായിരുന്നു. കടി കിട്ടി നിമിഷങ്ങൾക്കുള്ളിൽ സിയോ തറയിലേക്ക് വീണുപോയതും അവിടെയുള്ള സകല സോംബികളും മുകളിലേക്ക് നോക്കി ഫ്രീസ് ആയതുപോലെ നിൽക്കാൻ തുടങ്ങി. കൺട്രോൾ റൂമിലുള്ളവരെല്ലാം ഇത് കണ്ട് ആകെ ഞെട്ടിയിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. അതെന്താണെന്ന് എനിക്ക് ഉറപ്പില്ല. ഒരുപക്ഷെ അവർക്ക് പുതിയ വല്ല വിവരവും കിട്ടുന്നതായിരിക്കും. അപ്പോ അവർ എത്ര നേരം ഈ അവസ്ഥയിൽ നിൽക്കും? അറിയാൻ ഒരു വഴിയില്ല. എങ്കില് ഇതാണ് പറ്റിയ അവസരം. അവരെ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് ചെന്ന് സിയോയെ പിടിക്കണം. എങ്കിൽ ഞാൻ ഇവിടെ നിന്ന് CCTV ചെക്ക് ചെയ്യാം. ഏത് വഴിയെ പോകുന്നതാണ് സേഫ് എന്ന് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം. അതൊന്നും ശരിയാവില്ല. നിന്നെ എങ്ങനെ ഒറ്റയ്ക്ക് വിടും? അയ്യോ, എനിക്കൊന്നും പറ്റില്ല. ആദ്യം പോയി അവനെ പിടിക്കാൻ നോക്ക്. അങ്ങനെ എല്ലാവരും പതിയെ പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെയുള്ള സോംബികൾ മുഴുവനും മേലോട്ട് നോക്കി വായി തുറന്നു നിൽപ്പാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ വേഗത്തിൽ തന്നെ അവർ മൂന്നാമത്തെ നിലയിലെത്തി. അവിടെയും സോംബികളുടെ അവസ്ഥ അത് തന്നെ. അവരെ വേഗം ചെന്ന് തറയിൽ കിടക്കുന്ന സിയോയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. എന്നാൽ ആ സെക്കൻഡിൽ അവൻ മുകളിലേക്ക് നോക്കി എന്തോ സിഗ്നൽ വിടാൻ തുടങ്ങി. അതോടെ സോംബികളുടെ ഫ്രീസിംഗ് അവസ്ഥ മാറി എല്ലാം കൂടി ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നു. ഇവിടെ നിൽക്കുന്നവരെല്ലാം കൊല്ല എന്നായിരുന്നു സിയോ കൊടുത്ത സിഗ്നല്. അവര് വേഗം അവനെയും കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മുറിയിൽ കയറി കഥകം അടച്ചു. അവൻ വീണ്ടും എന്തോ സിഗ്നൽ അയക്കാനായിട്ട് പോയതും ജീചാങ് പെട്ടെന്ന് അവന്റെ വാ അങ്ങ് പൊത്തിപ്പിടിച്ചു. പക്ഷേ അവന് വാ വേണമെന്നില്ല. വെറുതെ ചിന്തിച്ചാൽ മാത്രം മതി. ഇപ്പോ അവർ നിൽക്കുന്ന സ്ഥലമാണ് അവൻ സിഗ്നൽ കൊടുക്കുന്നത്. എവിടേക്ക് ഓടിക്കൊണ്ടിരുന്ന സോംബികള് ഇവൻ സിഗ്നൽ കൊടുത്തതും നേരെ ഇവര് നിൽക്കുന്ന റൂമിന് പുറത്ത് വന്ന് ആക്രമിക്കാൻ തുടങ്ങി. യൂജിൻ അത് മനസ്സിലാവുകയും ചെയ്തു. അവള് വേഗം അവിടെ കിടന്നൊരു തുണി എടുത്ത് അവന്റെ കണ്ണങ്ങ് മൂടിക്കെട്ടി. കാണാൻ പറ്റിയാലല്ലേ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അങ്ങനെ അവനെയും കൊണ്ട് മറ്റൊരു വഴിക്ക് പോകുന്നു. ഏത് വഴിയാണ് പോകുന്നത് അറിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവന് സിഗ്നൽ കൊടുക്കാൻ പറ്റുന്നില്ല. സോംബികൾ എങ്ങോട്ടൊക്കെയോ കിടന്ന് ഓടുവാണ്. എനിക്ക് തോന്നുന്നത് ഇവന് കടി കിട്ടിയ നിമിഷം മുതൽ ഇവന് ഇവിടെയുള്ള എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാ. അതുകൊണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് ടെക്സ്റ്റിംഗിലൂടെ മാത്രം സംസാരിച്ചാൽ മതി. ഇവനെ ഒന്ന് കാണാനോ കേൾക്കാനോ അനുവദിക്കരുത്. അങ്ങനെ അവരെല്ലാവരും സിയോയും കൊണ്ട് മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. എവിടെയാണ് സോംബികൾ ഇല്ലാത്തത്, ഏതുവഴി പോകണമെന്നെല്ലാം നമ്മുടെ ചോയ് ഔട്ടിരുന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് നോക്കിയാണ് എല്ലാവരും പോകുന്നതും. എല്ലാം മെസ്സേജിലൂടെ ആയതുകൊണ്ട് തന്നെ സിയോയ്ക്കൊന്നും അറിയാനും പറ്റുന്നില്ല. എന്തെങ്കിലും അറിഞ്ഞാലല്ലേ അവന് സോംബികൾക്ക് സിഗ്നൽ കൊടുക്കാനും പറ്റൂ. ഒരു നിമിഷം, നമുക്ക് വന്നിടത്തേക്ക് തന്നെ തിരികെ പോയാലോ? അതെന്തിനാ? എനിക്ക് എന്റെ ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോകണം. ഇപ്പോ പോയാല് നമുക്ക് ഇവനെ കൊണ്ട് പുറത്ത് കിടക്കാൻ പറ്റും. ഈ വഴി റൂഫ് ടോപ്പിലേക്ക് പോകാൻ ഒരു ലിഫ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നത്? അപ്പൊ എന്റെ ചേച്ചിയോ? ഇനിയിപ്പോ കൺട്രോൾ റൂമിലേക്ക് തിരികെ പോകുന്നത് റിസ്ക് ആണ്. നമുക്ക് എല്ലാവർക്കും മുകളിലേക്ക് പോകാം. എന്നാ ആ പോലീസുകാരൻ പറഞ്ഞത് നമ്മുടെ സിയോ കേൾക്കുന്നു. കൺട്രോൾ റൂമിലാണ് ജീചാങ്ങിന്റെ ചേച്ചിയുള്ളതെന്ന് മനസ്സിലായതും അവൻ ആ സെക്കൻഡിൽ തന്നെ സകല സോംബികൾക്ക് സിഗ്നൽ കൊടുത്തു. പക്ഷേ ഈ കൺട്രോൾ റൂം ഏത് നിലയിലാണെന്ന് അവൻ അറിയില്ലല്ലോ. സിയോ ആ സോംബികൾ വെച്ച് തന്നെ സിസ്റ്റം ഓണാക്കിക്കൊണ്ട് കൺട്രോൾ റൂം ഏത് നിലയിലാണെന്ന് കണ്ടുപിടിക്കുന്നു. അത്രയും ബുദ്ധിയോടെ ചിന്തിക്കുന്ന കൂട്ടങ്ങളാണ് ഈ സോംബികള്. അത് ബേസ്മെന്റിലാണെന്ന് മനസ്സിലായതും ആ സോംബികള് ബാക്കിയുള്ള സോംബികൾക്കും ആ സിഗ്നൽ അയക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, ബേസ്മെന്റിൽ ഉണ്ടായിരുന്ന സോംബികൾ മുഴുവനും കൺട്രോൾ റൂമിലേക്ക് ഓടുന്നു. ഡാ, നീ എന്താ ചെയ്യുന്നത്? മര്യാദയ്ക്ക് നിർത്തിക്കോ. സിയോയോട് ദേഷ്യപ്പെട്ട് അവനെയും കൊണ്ട് കൺട്രോൾ റൂമിലേക്ക് പോകാൻ നിന്ന ജീചാങ്ങിനെ ആ പോലീസുകാരൻ തടയുന്നു. നിന്റെ ചേച്ചിയെ ഉപേക്ഷിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. പക്ഷേ അവന്റെ ചേച്ചി അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? അവൻ വേഗം അവിടെ നിന്ന് കൺട്രോൾ റൂമിലേക്ക് ഓടുന്നു. ഇതെല്ലാം CCTV വഴി ചോയും കാണുന്നുണ്ടായിരുന്നു. മാത്രമല്ല സോംബികൾ മുഴുവനും ആ റൂമിന്റെ വെളിയിൽ നിന്ന് ബഹളമാണ്. ഗ്ലാസ് പൊട്ടിച്ചകത്ത് കിടന്നാൽ അവളുടെ കാര്യം തീർന്നു. അപ്പോഴാണ് ജീചാങ്ങിന്റെ കോൾ അവളുടെ ഫോണിലേക്ക് വരുന്നതും. ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, ഏത് വഴിയാ വരണ്ടേന്ന് പറ. ജീചാങ് ചോദിച്ചതും അവള് വേഗം തന്നെ സേഫ് ആയിട്ടുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുന്നു. അവള് പറയുന്ന വഴികളിലൂടെ വേഗം ഓടുകയാണ് അവൻ. കാരണം അവന്റെ ചേച്ചിയാണേ. തന്റെ ജീവൻ പോയാലും അവളെ രക്ഷിക്കണം എന്നൊരു ചിന്ത മാത്രമാണ് അവന്. അങ്ങനെ ഓടി ഓടി അവനൊരു ലിഫ്റ്റിനകത്തേക്ക് ചെന്ന് കയറി. പക്ഷേ അതിനകത്ത് ബേസ്മെന്റിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഇല്ല. ചേച്ചി, ഈ വഴിയല്ല, നീ ഇപ്പോ കറക്റ്റ് സ്ഥലത്ത് തന്നെ ഉള്ളത്. അതുവഴി 4ാമത്തെ ഫ്ലോറിലേക്ക് പോകണം. അവിടെയുള്ള പടിക്കെട്ട് വഴി മുകളിലേക്ക് പോയാൽ നിനക്ക് നിന്റെ പഴയ ടീമിന്റെ കൂടെ ചേരാൻ പറ്റും. അവൻ താഴേക്ക് വരാതിരിക്കാൻ വേണ്ടി അവള് മനഃപൂർവ്വം തന്നെ വഴിതെറ്റിച്ച് പറഞ്ഞതാണ്. തന്നെ രക്ഷിക്കാനായിട്ട് ഇവിടേക്ക് വന്നാൽ തന്റെ അനിയനെ മരിക്കുമെന്ന് അവൾക്കറിയാം. ചേച്ചി എന്താ ഈ പറയുന്നത്? വേഗം എനിക്ക് വഴി പറഞ്ഞതാ. വേണ്ട, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. നീ ഇവിടുന്ന് രക്ഷപ്പെടണം. അവളെന്നങ്ങോട്ട് പറഞ്ഞു തീർന്നതും ആ റൂമിന്റെ ഗ്ലാസുകൾ മുഴുവനും തകർത്തുകൊണ്ട് സോംബികൾ മുഴുവൻ അകത്തേക്ക് പാഞ്ഞു കയറുന്നു. ആ പാവ പെണ്ണിനെ എല്ലാം കൂടിയിട്ട് കടിച്ചു കൊടയുകയാണ്. തന്റെ ചേച്ചിയുടെ വേദനയോട് കൂടിയുള്ള നിലവിളി അത് കേട്ടത് ജീചാങ് തകർന്നു പോയി. അവ പൊട്ടി പൊട്ടി കരയുകയാണ്. സഹിക്കാൻ പറ്റുന്നില്ല. അവൻ ആകെ ഉണ്ടായിരുന്നത് ആ ചേച്ചി മാത്രമാണ്. പിന്നെ എങ്ങനെ അവനത് സഹിക്കും? ഇവിടെയാണെങ്കിൽ ആ പോലീസുകാരൻ എല്ലാവരെയും കൂട്ടി റൂഫ് ടോപ്പിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അയാളുടെ ശ്രദ്ധ മാറിയതൊക്കെ നോക്കി യൂജിൻ പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്ന് തൂക്ക് തട്ടിയെടുക്കുന്നു. അവൻ അവന്റെ ചേച്ചിയും കൊണ്ട് തിരികെ വരുന്നത് വരെ നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. എന്നാൽ ആ പോലീസുകാരൻ കണ്ണു കാണിച്ചതും അവളുടെ പിറകിൽ നിന്ന ആള് പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്നും ആ തോക്കങ്ങ് തട്ടിപ്പറിച്ചു. വീണ്ടും അവൾ ആ തോക്കെടുക്കാൻ പോയതും ആ പോലീസുകാരൻ യൂജിന്റെ മുഖത്തേക്ക് ഒരു ഒറ്റ അടിയായിരുന്നു. ഞാൻ എല്ലാവരോടും കൂടി പറയുക, മറ്റെന്തിനേക്കാളും പ്രധാനം ഇവനാണ്. ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നിനക്ക് ജീവൻ വേണമെങ്കിൽ മര്യാദയ്ക്ക് വഴി കാണിച്ചതാ. അയാൾ ഭീഷണിപ്പെടുത്തിയതും വേറെ വഴിയില്ലാതെ അവൾക്ക് അയാളോടൊപ്പം പോകേണ്ടി വന്നു. എന്നാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സിയോ നിലത്തേക്ക് ഇരുന്നുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങിയത്. ഇവൻ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നതെന്ന് മറ്റുള്ളവരാകെ കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോഴാണ് അവരുടെ എല്ലാവരുടെ ഫോണിലേക്ക് ജീചാങ് അയച്ച ഒരു മെസ്സേജ് വരുന്നത്. നിങ്ങൾ എല്ലാവരും കൂടി എന്റെ ചേച്ചിയെ കൊന്നില്ലേ? അതുകൊണ്ട് നിങ്ങളിൽ ആരൊക്കെ തടഞ്ഞാലും അവരെ ഞാൻ കൊന്നിരിക്കും. അവൻ മാത്രമല്ല, നിങ്ങൾ ആരോടുന്ന ജീവനോട് പുറത്തു പോകില്ല. അടുത്തതായിട്ട് നമ്മുടെ ആ റിസർച്ച് ടീമിനെയാണ് കാണിക്കുന്നത്. നേരത്തെ സിയോയുടെ ലാബിൽ പോയവരില്ലേ, അവരിപ്പോൾ തലപ്പത്തിരിക്കുന്നവരുടെ മന്ത്രിമാരോടൊക്കെ സംസാരിക്കുകയാണ്. ഇപ്പൊ അകത്തുള്ള ആളുകൾ
ആളുകളുടെ അവസ്ഥ എന്താണ്? അവർക്ക് എപ്പോഴെങ്കിലും സാധാരണ അവസ്ഥയിലേക്ക് മടങ്ങാൻ പറ്റുമോ? ഒട്ടും സാധ്യതയില്ല. നാഡീകോശങ്ങൾ ഒരിക്കലും നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടെടുക്കാനോ സുഖപ്പെടുത്താനോ ഒന്നും കഴിയില്ല. ഒരിക്കൽ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏറെക്കുറെ മസ്തിഷ്ക മരണം സംഭവിക്കും. പിന്നെ ഞങ്ങൾ ആ ലാബിൽ പോയ സമയത്ത് ആദ്യം വൈറസ് ബാധിച്ച കുരങ്ങനെ കൊന്നതും ബാക്കിയുണ്ടായിരുന്ന സകല കുരങ്ങുകളും ഫ്രീസായി നിന്നു. അങ്ങനെയെങ്കിൽ ഇവിടെയും ആദ്യം വൈറസ് ബാധിച്ച ആളെ കണ്ടെത്തി കൊന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള സോബികൾ ഫ്രീസ് ആയാലോ? കൊള്ളാലോ, അതൊരു നല്ല ഐഡിയ ആണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇത് നടപ്പിലാക്കണം. അത് പറഞ്ഞ് അവരെല്ലാവരും പുറത്തേക്ക് പോകുന്നു. നീ എന്തിനാ അത് പറയാൻ പോയത്? എന്തെങ്കിലും പാളിച്ചു പറ്റിയാല് കുറ്റം മുഴുവൻ നിന്റെ തലയിൽ വരും. അതെന്താണെങ്കിലും ഞാൻ നോക്കിക്കൊള്ളാം. അതിനേക്കാളും പ്രധാനം കൂടുതൽ രോഗബാധ ഉണ്ടാവുന്നത് തടയുന്നതാണ്. ഇതേ സമയം ഇവിടെ നമ്മുടെ ജീച്ചാങ് ആകെ വെറുമൂത്ത് നിൽക്കുകയാണ്. അവന്റെ ചേച്ചിയല്ലേ സോബികൾ കൊന്നുകളഞ്ഞത്. ഇപ്പൊ അവന് ആരെയും ഒന്നിനെയും പേടിയില്ല. സകലതിനെ കൊല്ലണം എന്നുള്ള ചിന്ത മാത്രം. ആ ഒരു വെറിയോടെ ഒരു കത്തിയും എടുത്തുകൊണ്ട് അവൻ നേരെ സോംബികളുടെ മുന്നിലേക്ക് ചെല്ലുന്നു. അവനെ കണ്ട് പാഞ്ഞെടുത്ത സോംബികൾ മുഴുവനും അരിഞ്ഞു വീഴ്ത്തി കളഞ്ഞില്ലേ, അതിനോടൊക്കെ അത്രയും പകയായിരുന്നു അവന്. സകലതിനെ കൊന്നുകളഞ്ഞിട്ട് അവിടുന്ന് നേരെ സെക്യൂരിറ്റി റൂമിലേക്കാണ് അവൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള ടീമിലുള്ളവരെല്ലാം എവിടെയാണെന്ന് അവൻ CCTV വഴി കണ്ടുപിടിക്കുന്നു. ഇപ്പൊ എല്ലാവരും 31ാമത്തെ ഫ്ലോറിലാണുള്ളത്. അത് മനസ്സിലാക്കി അവൻ വലിയൊരു പണി തന്നെ അവർക്ക് കൊടുക്കുന്നു. എല്ലാ ഫ്ലോറിലും വെൽക്കം വോയിസ് കൊടുക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടേ. ഇപ്പോ ലിഫ്റ്റ് ഇറങ്ങി നിങ്ങൾ 4ാമത്തെ നിലയിലേക്ക് എത്തിയാൽ പറയും 4ാമത്തെ ഫ്ലോറിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ വോയിസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം അത് അവൻ അങ്ങ് ആക്ടിവേറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. ഇപ്പോ നിങ്ങളുടെ സ്ഥാനം 31ാമത്തെ നിലയിലെ VIP ലോഞ്ചിലാണ്. അതങ്ങോട്ട് കേൾക്കേണ്ട താമസം. ആ സെക്കൻഡിൽ തന്നെ സിഒ സകല സോംബികൾക്ക് സിഗ്നൽ കൊടുക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, ദേ വരുന്നു പാഞ്ഞ്. ആദ്യം തന്നെ ആ പോലീസുകാരുടെ മേലെ കണത്ത് ചാടി വീഴുന്നത്. അങ്ങേരാണെങ്കിൽ അപ്പോൾ തന്നെ ഒരു തോക്കെടുത്തതിന്റെ വെടി വെച്ച് കൊന്നു കളഞ്ഞു. താനല്ലേടോ പറഞ്ഞത് അതൊക്കെ പേഷ്യൻസ് ആണ്, അതിനൊന്നും കൊല്ലരുതെന്ന്? ഓടടോ. എന്താ പറഞ്ഞേ? തിരിഞ്ഞോടാൻ. പോലീസുകാരൻ പറഞ്ഞതും അങ്ങേരെ ജീവൻ കൊണ്ടൊരു ഓട്ടമായിരുന്നു. എന്നാൽ ആ പോലീസുകാരൻ അയാളുടെ കാലിന് വെടിവെച്ച് കിട്ടു കളഞ്ഞു. എന്തിനാണെന്ന് വെച്ചാൽ സോംബികളുടെ മുന്നിൽ എറിഞ്ഞു കൊടുത്തിട്ട് രക്ഷപ്പെടാൻ. എന്നിട്ട് അയാള് സിഒയെയും കൊണ്ട് ഒരു റൂമിൽ കയറിയും കഥ കടച്ചു. യൂജിനും ബാക്കിയുള്ളവരെയും കൊണ്ട് മറ്റൊരു മുറിയിലേക്ക് ഓടി കയറുന്നു. വന്ന സോംബികളെല്ലാം അയാളെ കൊല്ലുന്ന സമയം കൊണ്ട് സിഒയുമായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ആ പോലീസുകാരൻ വാതിൽ തുറന്നതും അവിടെയാണ് ഒരു ട്വിസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ സോംബികളിൽ അയാളെ ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തതെന്ന് സിഒയാണ് നിർദ്ദേശം കൊടുത്തതും. അയാളുടെ ചതി ഇവൻ അറിഞ്ഞതാണല്ലോ. പിന്നുള്ള കാര്യം പറയണ്ടല്ലോ, പോലീസുകാരൻ മാത്രമായിരുന്നു സോംബികളുടെ ടാർഗറ്റ്. തന്റെ നേർക്ക് വന്ന സോംബികളെല്ലാം അയാൾ പറ്റുന്നത് പോലെ അടിച്ചിട്ടു. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ യൂജിൻ വന്ന് ആ സിഒയുമായിട്ട് ഒരു ഒറ്റ ഓട്ടോ ആയിരുന്നു. ഇത് കണ്ട പോലീസുകാരൻ തോക്കെടുത്ത് സകല സോംബികളെ വെടിവെച്ച് കൊന്നുകൊണ്ട് അവരുടെ പുറകെ പോകാനായിട്ട് നിന്നപ്പോഴാണ് നേരത്തെ ഒരാളുടെ കാലിൽ വെടിവെച്ചിട്ടില്ലേ അയാള് ഇങ്ങനെ കാലിൽ കയറി പിടിക്കുന്നത്. എന്നെയും കൂടെ രക്ഷിച്ചോണ്ട് പോടാ, താനത് പോലീസല്ലേ, ദാ കാലേന്ന് വിറ, നിന്നോട് വിടാനല്ലേ പറഞ്ഞത്? അത് പറഞ്ഞ പോലീസുകാരൻ അങ്ങേര് ചവിട്ടുന്ന് അടിക്കുന്നു. പക്ഷേ അങ്ങേര് വിട്ടില്ല. പക്ഷേ അപ്പോഴേക്കും സോംബികളെല്ലാം അയാളുടെ ചുറ്റും വന്ന് നിരന്നിരുന്നു. ഇനിയിപ്പോ എന്താ, ചാടി വീഴുക, കടിച്ചു കൊടയുക. വന്ന കാര്യം സോംബികൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു. അതേസമയം യൂജിൻ സിഒയും കൊണ്ട് റൂഫ് ടോപ്പിൽ തന്നെയുള്ള ഏതോ റൂമിൽ കയറി വാതിലടയ്ക്കുന്നു. ശേഷം ഇനി എന്താണ് ചെയ്യേണ്ടതെന്നെല്ലാം അവരെ മെസ്സേജിലൂടെയാണ് അറിയിക്കുന്നത്. ഞാൻ പോയിട്ട് ആ പോലീസുകാരന്റെ ഫോൺ തപ്പിയെടുക്കാം, അതുവഴി നമുക്ക് റെസ്ക്യൂ ടീമുമായിട്ട് ബന്ധപ്പെടാൻ പറ്റൂ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നിട്ട് സിഒയെ നോക്കണം. അത് പറഞ്ഞ് ബാക്കി 2 പെൺകുട്ടികളെ അവിടെ ഇരുത്തിയ ശേഷം യൂജിൻ മാത്രം പുറത്തേക്ക് പോകുന്നു. എന്നാൽ ഇവർ ഈ അയച്ച മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് സിഒയെ അറിയുന്നുണ്ടായിരുന്നു. കാരണം നേരത്തെ മരിച്ചൊരു അപ്പൂപ്പനില്ലേ, ആളുടെ കയ്യിൽ ഫോൺ കൊണ്ട് ഇവരുടെ അതേ ഗ്രൂപ്പും ഉണ്ട്. ആ ഗ്രൂപ്പിലേക്ക് വന്ന സകല മെസ്സേജുകളും ഇവിടെ ആ സോംബിയായിട്ട് മാറിയ അപ്പൂപ്പനും കാണുന്നുണ്ട്. അതിന്റെ തലച്ചോറ് വഴി സിഒയും. യൂജിൻ പോയിരിക്കുന്നത് ആ പോലീസുകാരന്റെ ഫോൺ എടുത്തുകൊണ്ട് രക്ഷാസംഘവുമായിട്ട് ബന്ധപ്പെടാനാണ്. അതേസമയം ഇവിടെ പുറത്ത് CCTV നിരീക്ഷിച്ചിട്ട് ആദ്യം വൈറസ് ബാധിച്ചത് CEO കിമ്മിനാണെന്ന് അവർ കണ്ടെത്തി. മാത്രമല്ല ഇപ്പോൾ നിലവിലുള്ള അയാളുടെ സ്ഥാനം എവിടെയാണെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അയാളെ കണ്ടെത്തി കൊല്ലാനും റെസ്ക്യൂ ടീമിന് വിവരം അറിയിക്കുന്നു. അതേസമയം ഇവിടെ സിഒ എടുത്ത് ആ 2 പെൺപിള്ളേരല്ലേ ഉള്ളൂ. അതിലെ ആ വെള്ള യൂണിഫോം ഇട്ട പെൺകുട്ടി കൂളായിട്ടിരിക്കുകയാണെങ്കിൽ മറ്റേ വധൂരി പെണ്ണാണെങ്കിൽ കരഞ്ഞൊരു പരുവായിട്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നിനക്ക് എങ്ങനെ ഇത്ര കൂളായിട്ടിരിക്കാൻ പറ്റുന്നത്? കാരണം ഇതിലും മോശമായിരുന്നു ഇതുവരെയുള്ള എന്റെ ദിവസങ്ങൾ. നീയും നിന്റെ കൂട്ടുകാരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയതോടെ എല്ലാ ദിവസവും എനിക്ക് നരക തുല്യമായിരുന്നു. അവൾ അങ്ങനെ പറഞ്ഞതും മറ്റേ പെണ്ണിന്റെ വായടഞ്ഞു പോയി. അവസാനം ഇതുവരെ ചെയ്ത എല്ലാ തെറ്റിനും അവൾ മാപ്പും പറയുന്നു. എന്നാൽ അത് കേട്ടിട്ട് ആ പെണ്ണിന് പുച്ഛമാണ് വന്നത്. മരിക്കുമെന്നായപ്പോ ഒരു മാപ്പ് പറച്ചില്. അതേസമയം യൂജിൻ ആണെങ്കിൽ സോംബികളുടെ എല്ലാം കണ്ണുവെട്ടിച്ചിട്ട് ആ പോലീസുകാരന്റെ ഫോൺ ചെന്നെടുക്കുന്നു. എന്നിട്ട് അവസാനം വന്ന നമ്പറിലേക്ക് അവൾ കോൾ ചെയ്തതും അതാ മന്ത്രിയുടെ ഒപ്പം ഉണ്ടായിരുന്ന വലിയൊരു പോലീസുകാരനാണ് ചെല്ലുന്നത്. എന്റെ പേര് യൂജിൻ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർ മരിച്ചുപോയി. അപ്പൊ സിഒയോ അവൻ ഓക്കെ ആണോ? അവനെ ഞങ്ങൾ ഒരു മുറിയിൽ അടച്ചിട്ടേക്ക് വാ, നിങ്ങൾ എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ടീമിനെ അയക്കണം. അത് കേട്ടതേ അവര് വേഗം തന്നെ റെസ്ക്യൂ ടീമിനെ അയക്കാൻ ഉത്തരവിടുന്നു. 2 ടീമായിട്ട് പിരിയണം. ഒരു ടീം സിഒയുടെ അടുത്തേക്കും മറ്റേ ടീം ആദ്യം രോഗം ബാധിച്ച കിമ്മിനെ കണ്ടെത്തി കൊല്ലാനും. മാഡം, നിങ്ങൾ ഇപ്പോൾ എവിടെയാണുള്ളത്? നിങ്ങൾ 32ാമത്തെ നിലയിലുള്ള വെയർ ഹൗസിലേക്ക് വന്നാൽ മതി. അത് പറഞ്ഞവൾ കോള് കെട്ടിയുന്നു. എന്നാൽ യൂജീന പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അവിടെ ചത്തതുപോലെ അഭിനയിച്ചു കിടന്നിരുന്ന സോംബി കേൾക്കുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ മുഴുവനും അത് സിഒ അടക്കം ബാക്കി സകല സോംബികൾക്ക് പാസ് ചെയ്തു. അതോടെ താൻ എവിടെയാണുള്ളതെന്നും സിഒയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ആ സോംബിയെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത് അവൻ തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ റെസ്ക്യൂ ടീം മുഴുവനും അവിടേക്ക് വന്നിരിക്കുകയാണ്. അവരകത്തേക്ക് കയറിയതേ മുന്നിലേക്ക് വരുന്ന സകല സോംബികളെ വെടിവെച്ചിടാൻ തുടങ്ങി.
നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ 2 ടീമായിട്ട് പിരിഞ്ഞാണ് അവർ പോകുന്നത്. ഒരു ടീം കിമ്മിന്റെ അടുത്തേക്കും മറ്റേ ടീം സിയോയുടെ അടുത്തേക്കും. അങ്ങനെ പോയി അവര് കുറച്ചു നേരം ചെന്നതും കണ്ട കാഴ്ച ദേ ഇതാണ്. കിമ്മിന്റെ അടുത്തേക്ക് എത്താതിരിക്കാൻ വലിയൊരു മതിൽ പോലെ നിൽക്കുകയാണ് സോംബികൾ. പോലീസുകാരെ കണ്ടതേ എല്ലാം കൂടി മല പോലെ ഇളകി വന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. കുറെ എണ്ണത്തെ അവർ വെടിവെച്ചിട്ടു. കുറെ പോലീസുകാർക്ക് കടിയും കിട്ടുന്നുണ്ട്. സോംബികളാണെങ്കിൽ ഇങ്ങനെ തുരുതുരാൻ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒടുക്കം ആ ഏരിയയിലുണ്ടായിരുന്ന സോംബികളെല്ലാം കൊന്നുകൊണ്ട് അവര് വീണ്ടും കിമ്മിനെ അന്വേഷിച്ചു പോകാൻ തുടങ്ങി. അതേസമയം യൂജിൻ തിരികെ റൂമിലേക്ക് പോകുവാണേ. ഇത് ജീചാങ് കാണുന്നുണ്ട്. അവനും അവളെ ഫോളോ ചെയ്ത് പുറകെ പോകുന്നു. അതേസമയം യൂജിൻ തിരികെ വരുന്നതെന്ന് കാത്തിരിക്കുകയാണ് ഈ 2 പെൺകുട്ടികൾ. അന്നേരമാണ് കഥകിൽ ഒരു മുട്ട് കേൾക്കുന്നത്. ഹലോ, അകത്ത് ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ റെസ്ക്യൂ ടീമിൽ നിന്നാ. റെസ്ക്യൂ ടീം ആണെന്ന് കേട്ടതേ ഇല്ല അതൊരു പെണ്ണ് ഓടിച്ചെന്ന് കഥ തുറക്കുന്നു. പക്ഷേ അത് സോംബികളായിരുന്നു. അതുങ്ങളെ കൊണ്ട് സിയോ ചെയ്യിപ്പിച്ചതാണ്. പിന്നെ എന്താ നടക്കുന്നതെന്ന് പറയണ്ടല്ലോ. അകത്തേക്ക് ഇരച്ചു കയറിയ സോംബികള് വേഗം തന്നെ കെട്ടിയിട്ടിരിക്കുന്ന സിയോയുടെ കെട്ടുകളെല്ലാം അഴിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു സോംബി മാത്രം വാതിലിന്റെ അടുത്ത് നിൽപ്പുണ്ട്. വാതിലും തുറന്നു കിടക്കുവാണ്. അതിന്റെ ശ്രദ്ധ മാറ്റി പുറത്തേക്ക് ഓടാൻ വേണ്ടി ആ വധൂരി പെണ്ണാണെങ്കിൽ മറ്റേ പെൺകുട്ടിയെ സോംബിയുടെ അടുത്തേക്ക് ഒരു ഒറ്റ തള്ളു. അതാ പെൺകുട്ടിയെ കടിച്ചു പറിക്കുന്ന സമയം കൊണ്ട് ലവളോടി പുറത്തേക്ക് പോകാൻ നോക്കിയെങ്കിലും മറ്റൊരു സോംബിയുമായിട്ട് കൂട്ടിയിടിച്ചങ്ങ് താഴെ വീണുപോയി. അപ്പോഴേക്കും കടികെട്ടി ആ പെൺകുട്ടി സോംബിയെ മാറി. മാത്രമല്ല സിയോയുടെ കെട്ടുകളെല്ലാം അഴിഞ്ഞു. ആ, നീ നേരത്തെ ക്ഷമ ചോദിക്കുമെന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ തന്നെ ചോദിച്ചോ, ഇതാ പറ്റിയ സമയം. അവൻ അതങ്ങോട്ട് പറഞ്ഞതേ സോംബിയായി മാറിയ ആ പെൺകുട്ടി ലവളുടെ ദേഹത്തേക്ക് ചാടി വീണ് കടിച്ചങ്ങോട്ട് പറിക്കാൻ തുടങ്ങി. അത് കണ്ട് ചിരിച്ചുകൊണ്ട് ലവൻ ആ സോംബികളുമായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെ റെസ്ക്യൂ ടീം മുഴുവനും കിമ്മിനെ തേടി നടക്കുമല്ലേ. എതിരെ നിന്ന സകല സോംബികളെ കൊന്നൊടുക്കിക്കൊണ്ട് അവസാനം അവർ കിമ്മിന്റെ അടുത്തെത്തുന്നു. കിമ്മിൽ നിന്നല്ലേ ബാക്കി എല്ലാവർക്കും വൈറസ് ബാധിച്ചത്. അപ്പോ കിമ്മിനെ കൊല്ലുകയാണെങ്കിൽ ബാക്കി എല്ലാ സോംബികളും ഫ്രീസ് ആവും. പിന്നെ ഒട്ടും വൈകിയില്ല. വേഗം തന്നെ അവർ ആ സോംബിയെ കൊന്നു തള്ളുന്നു. പക്ഷേ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല. സോംബികളെല്ലാം പഴയതുപോലെ തന്നെയുണ്ട്. മാത്രമല്ല നേരത്തെ കുറെ പോലീസുകാർക്ക് കടിയേറ്റില്ലേ, ഇപ്പോ അവരും കൂടി സോംബികളെ മാറി ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നതും പോലീസുകാരെല്ലാം ജീവനും കൊണ്ട് ഓടുന്നു. അതേസമയം രക്ഷപ്പെട്ട സിയോ സോംബികളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു സെക്യൂരിറ്റി ടീം പോലെയായിരുന്നു അവന് ചുറ്റും സോംബികൾ ഉണ്ടായിരുന്നത്. ഇത് നമ്മുടെ യൂജിനെ മറിഞ്ഞിരുന്ന് കാണുന്നുണ്ട്. സിയോ കുറച്ചും കൂടി മുന്നിലേക്ക് പോയതും പെട്ടെന്നാണ് അവന്റെ മുന്നിലേക്ക് നമ്മുടെ ജീചാങ് ചാടി വീഴുന്നത്. അപ്പൊ തന്നെ സോംബികൾ അവന്റെ നേർക്ക് തിരിഞ്ഞെങ്കിലും കലിപൂണ്ട് നടന്നിരുന്ന അവൻ സകല സോംബികളെ കുത്തിക്കീറുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ വെച്ച് അവനെ പിടിച്ചു നിൽക്കാനാകാതെ പതറിപ്പോകുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ആ സിയോ കൂളായിട്ട് ഇറങ്ങി പോകാൻ നോക്കുന്നുണ്ടെങ്കിലും യൂജിൻ വേഗത്തിൽ ഒരു കാർട്ട് കൊണ്ടുവന്ന് അവൻ ഒറ്റയടിക്കങ്ങ് തള്ളിയിട്ടു. അവിടുന്ന് അവൻ എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും അവൾ വേഗത്തിൽ ഒരു കയർ കൊണ്ടുവന്ന് അവന്റെ കഴുത്തിൽ കുരുക്കിട്ടുകൊണ്ട് അതൊരു സ്റ്റാൻഡിലേക്ക് കെട്ടിക്കൊണ്ട് ആ സ്റ്റാൻഡ് അങ്ങ് തള്ളിയിട്ടു. അതോടെ അവന്റെ കഴുത്തിലുണ്ടായിരുന്ന കയറ് മുറുകിക്കിടന്ന് പെടയാൻ തുടങ്ങി. എന്നാൽ അവൻ വേഗം തന്നെ ഒന്ന് വരുന്നടാ, വന്നെന്നെ രക്ഷിക്ക് എന്ന് സോംബികൾക്ക് സിഗ്നൽ കൊടുക്കുന്നു. സിഗ്നൽ കിട്ടിയതേ സോംബികൾ ജീചാങ്ങിനെ വിട്ടുകൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടി. അതുങ്ങൾ വേഗം ചെന്നിട്ട് അവനെ കിട്ടിയിരുന്ന കയറ് മുഴുവനും കടിച്ചു പറിച്ചങ്ങ് പൊട്ടിച്ചു കളയുന്നു. എന്നാൽ തൊട്ടു പുറകെ വന്ന ജീചാങ് അവിടെ ഉണ്ടായിരുന്ന സോംബികൾ മുഴുവനും കൊന്നു തള്ളി. ശേഷം അവൻ സിയോയെ കുത്താനായിട്ട് ചെന്നതും യൂജിൻ വേഗം ഓടി വന്ന് അവനെ പിടിച്ചു മാറ്റുന്നു. നീ ഇപ്പോൾ അവനെ കൊന്നാൽ കൂടുതൽ ആളുകൾ അപകടത്തിലാകും. അതിന് ഞാനെന്തോ വേണം? നീയെല്ലാം കൂടി എന്റെ ചേച്ചിയെ ഉപേക്ഷിച്ചില്ലേ? അതും പറഞ്ഞ് അവളുടെ കഴുത്ത് ഞെരിച്ചവൻ കൊല്ലാൻ നോക്കുവാണ്. ഈ ഗ്യാപ്പില് നമ്മുടെ സിയോയോടി രക്ഷപ്പെടാൻ നോക്കിയതും ജീചാങ് യൂജിനെ വിട്ടുകൊണ്ട് അവന്റെ പിറകെ ഓടുന്നു. ഒരിടത്ത് വെച്ച് അവനെ കയ്യിൽ കിട്ടുകയും ചെയ്തു. നിനക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, അത് ഞാനങ്ങ് സാധിച്ചു തരട്ടെ. അതും പറഞ്ഞ് അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കവർ വലിച്ചു മാറ്റിയതും ദേ നിൽക്കുന്നു അവന്റെ ചേച്ചി. ചോയെ കണ്ടതും ജീചാങ് ഷോക്കായി പോയി. മാത്രമല്ല ഇപ്പോൾ 2 കാലിലാണ് നടക്കുന്നത്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവന്റെ ചേച്ചി ഒന്ന് നടന്നു കാണണമെന്ന്. സിയോ ആഗ്രഹം സാധിച്ചു തരട്ടെ എന്ന് ചോദിച്ചത് അതാണ്. മുന്നിൽ നിൽക്കുന്നത് സോംബി ആണെങ്കിലും സ്വന്തം ചേച്ചിയല്ലേ, പിന്നെങ്ങനെ തന്റെ ചേച്ചിയെ കൊല്ലും? എന്നാ മുന്നിലേക്ക് നടന്നു വന്ന ചോയാണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി മേടിച്ച് അവന്റെ നെഞ്ചിലേക്ക് തന്നെ കുത്തിയിറക്കി. അവര് വേണമെങ്കിൽ തിരിച്ച് ഫൈറ്റ് ചെയ്യാം. പക്ഷേ എന്തുകൊണ്ട് അവനത് ചെയ്യുന്നില്ല? ഒടുക്കം സ്വന്തം ചേച്ചിയുടെ കൈകൊണ്ട് തന്നെ ജീചാങ് അവിടെ മരണപ്പെടുകയാണ്. എന്നാൽ തറയിൽ മരിച്ചു കിടക്കുന്ന തന്റെ അനിയനെ ആ സോംബിയർ നോട്ടം നോക്കുന്നുണ്ട്. സോംബി ആണെങ്കിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു ഫീലിംഗ് പോലെ. ഇവിടെ നടന്നത് കണ്ട് ആകെ ഷോക്കായിരിക്കുകയാണ് യൂജീനും. അവളുടെ മുന്നിലേക്കാണ് സിയോ വരുന്നത്. യൂജീന് ഈ കോൺഫറൻസിലേക്ക് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവൾക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയതുകൊണ്ടാണ് അവൾ വന്നതും. ആ ഇൻവിറ്റേഷൻ അവൾക്ക് അയച്ചത് സിയോ ആയിരുന്നു. പണ്ട് നമ്മുടെ സിയോയുടെ അച്ഛനൊരു പ്രൊഫസർ ആയിരുന്നേ. അയാളുടെ കീഴിലുള്ള സ്റ്റുഡന്റ് ആയിരുന്നു യൂജിൻ. അയാള് പണത്തിന്റെ എന്തോ ഒരു തിരിമറി നടത്തിയെന്ന് യൂജിൻ റിപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ അപമാനം താങ്ങാനാകാതെ അയാൾ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. നിനക്ക് പ്രതികാരം ചെയ്യണമെങ്കിൽ എന്നോട് മാത്രം ചെയ്താൽ പോരെ. എന്തു പ്രതികാരം? എന്റെ അച്ഛൻ മരിച്ചതിന്റെ കാരണം ശരിയായിട്ടുള്ള ആശയവിനിമയം ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയതും. അന്ന് ഇതുപോലെ നിങ്ങൾക്ക് 2 പേർക്കും ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ അച്ഛൻ ഒരിക്കലും മരിക്കില്ലായിരുന്നു. അന്ന് എനിക്ക് കഴിയാതെ പോയതാണ് ഇപ്പോൾ ഞാൻ നടപ്പിലാക്കിയിരിക്കുന്നതും. അത് പറഞ്ഞുകൊണ്ട് സകല സോംബികളെയും ഇവൾക്ക് നേരെ തിരിച്ചു വിടുന്നു അവൻ. ആ നിമിഷം തന്നെയാണ് റെസ്ക്യൂ ടീമിന്റെ ആൾക്കാർ അവിടേക്ക് വരുന്നതും. അവര് സിയോയെ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് അവിടുന്ന് പോകുന്നു. യൂജീനെ കണ്ടെങ്കിലും അവരവളെ മൈൻഡ് കൂടി ചെയ്തില്ല. അവള് വേഗം തന്നെ തൊട്ട് പിറകിലുണ്ടായിരുന്ന ഒരു റൂമിലേക്ക് ഓടിക്കറി കഥകം അടയ്ക്കുന്നു. ഇതെല്ലാം CCTV വഴി നമ്മുടെ ഗോങ്ങും കാണുന്നുണ്ടായിരുന്നു. അവളെ എന്താ രക്ഷിക്കാത്തത്? അവരോട് വേഗം തിരിച്ചു ചെല്ലാൻ പറ. എന്നാൽ അവിടെയുള്ള ആരും അവള് പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചത് കൂടിയില്ല. അവർക്കൊക്കെ വേണ്ടത് സിയോയെ മാത്രമാണ്. എന്നാൽ ഗോങ് ആണെങ്കിൽ വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ട് യൂജിനെ കോൾ ചെയ്യുന്നു. ഹാനിന്റെ
ഫോൺ ഇപ്പോഴും അവളുടെ കയ്യിലിരിക്കുമല്ലേ? നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാം. ഞാനെല്ലാം CCTV വഴി കാണുന്നുണ്ടായിരുന്നു. പിന്നെ എന്തിനാ എന്നെ വിളിച്ചത്? അവൾ അങ്ങനെ ചോദിച്ചതും ഗോങ് സിയോയുടെ ലാബിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം അവളോട് പറയുന്നു. എങ്കിലും നിനക്ക് തെറ്റി. അത് ആദ്യം രോഗം ബാധിച്ച കുരങ്ങനല്ല, മറ്റുള്ള കുരങ്ങുകളെല്ലാം നിയന്ത്രിക്കുന്ന കുരങ്ങാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എല്ലാ സോംബികളെ നിയന്ത്രിക്കുന്നത് സിയോയല്ലേ? അവനെ വേണം കൊല്ലാൻ. അതോടെ ബാക്കി സോംബികൾ ഫ്രീസ് ആകും. മാത്രമല്ല അവൻ ഒരിക്കലും പുറത്തേക്ക് വരാൻ പാടില്ല. വന്നാ നമ്മുടെ പണി തീർന്നു. അതേസമയം ഇവിടെ റെസ്ക്യൂ ടീം സിയോയുമായിട്ട് ബേസ്മെന്റിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ പെട്ടെന്നാണ് അവരുടെ നേർക്ക് സോംബികളായിട്ടുള്ള കുറെ പോലീസുകാർ വരുന്നത്. മാത്രമല്ല അവരുടെ കയ്യിൽ തോക്കുണ്ട്. സിയോ സിഗ്നൽ കൊടുത്തതും സകല സോംബികളും കടിക്കുന്നതിന് പകരം വെടിവെക്കാൻ തുടങ്ങി. നിമിഷങ്ങൾ കൊണ്ട് പോലീസുകാരെ മുഴുവൻ കൊന്നുകളയുന്നു. സിയോ വേഗം മരിച്ചുപോയ ഒരു പോലീസുകാരന്റെ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്തുകൊണ്ട് അവന്റെ കയ്യിലെ ആ വിലങ്ങ് കഴിക്കുന്നു. ശേഷം സോംബികളായിട്ടുള്ള പോലീസുകാരുമായിട്ട് നേരെ റൂഫ് ടോപ്പിലേക്കാണ് അവൻ പോകുന്നത്. നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവിടെയുള്ള പോലീസുകാരെയും തീർത്തു കളഞ്ഞു. ശേഷം റൂഫ് ടോപ്പിൽ നിന്ന് താഴേക്കുള്ള കമ്പി വഴി കൂടെയുള്ള സോംബികളുമായിട്ട് അവൻ നേരെ താഴേക്ക് പോകുന്നു. ഇതേ സമയം ഗോങ് ആണെങ്കിൽ വേഗം ക്യാമ്പിലേക്ക് ഓടിച്ചെന്നിട്ട് താൻ അറിഞ്ഞ കാര്യമെല്ലാം അവരോട് പറയുന്നുണ്ട്. നമ്മൾ കൊല്ലേണ്ടത് സിയോയാണ്. അവനാണ് മറ്റുള്ളവരെല്ലാം നിയന്ത്രിക്കുന്നത്. വാക്സിനെ കൊല്ലാനോ? നേരത്തെ നീ ഇതുപോലൊരു പൊട്ടത്തരം പറഞ്ഞതല്ലേ? അതുകൊണ്ട് ഇനി നിന്റെ ഉപദേശത്തിന് ആവശ്യമില്ല. അപ്പോഴേക്കും ബാക്കിയുള്ള സോംബികളുമായിട്ട് സിയോ പുറത്തേക്ക് വന്നിരുന്നു. ആ സോംബികളുമായിട്ട് അവൻ അവിടെ കിടന്നിരുന്ന പോലീസുകാരുടെ കാറിലേക്കാണ് കയറുന്നത്. ശേഷം അത് പൊട്ടിച്ച് നേരെ ബിൽഡിങ്ങിന് പുറത്തേക്ക് വന്നിട്ട് വെളിയിലായിട്ട് ഒരുപാട് ബന്ധുക്കളും മീഡിയസ് ഒക്കെ കുമിഞ്ഞു കൂട്ടി നിൽക്കുവല്ലേ, അവരുടെ ഇടയിലേക്ക് കൊണ്ട് നിർത്തുന്നു. കാർ നിന്നതും പുറത്തേക്ക് ചാടി ഇറങ്ങിയ സോംബികൾ അവിടെ നിന്നിരുന്ന സകല ആൾക്കാരെ മൂട്ടിച്ചിട്ട് കടിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല ബിൽഡിങ്ങിലുള്ള സോംബികളൊക്കെ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി വലിയ വലിയ ബാരിക്കേഡുകൾ തീർത്തിരിക്കുകയല്ലേ. സിയോ സോംബികളെ വെച്ച് തന്നെ ആ ബാരിക്കേഡുകൾ മുഴുവൻ തകർക്കുന്നു. അതോടെ അവിടെ ഉണ്ടായിരുന്ന സോംബികളും കൂടി ഇപ്പോൾ പുറത്തേക്ക് ചാടിയിരിക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ പുരം. പിന്നീട് അങ്ങോട്ടൊരു കൂട്ടക്കടിയായിരുന്നു. ഒരാളെ പോലും വിടാതെ സകല എണ്ണത്തെ കടിച്ചു പറിക്കുവാണ്. ഇത് കണ്ട നമ്മുടെ നേതാക്കന്മാരാണെങ്കിൽ ഇനി അവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലായതും നൈസിന് അവിടെ നിന്ന് വലിയുന്നു. ഇവിടെയാണെങ്കിൽ യൂജിൻ ഇപ്പോഴും ആ റൂമിൽ കുടുങ്ങി കിടക്കുമല്ലേ. അവൾ ഇട്ടിരുന്ന കോട്ടൂരി ഒരു പ്രതിമയ്ക്ക് ഇട്ടുകൊണ്ട് അകത്തേക്ക് വന്ന സോംബികളുടെ എല്ലാം ശ്രദ്ധ അവൾ തിരിക്കുന്നു. ശേഷം ആ ഗ്യാപ്പ് നോക്കി പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടം. എന്നാ സോംബികളെ വിടാതെ പുറക്കെയുണ്ടേ. ഒരു ഘട്ടത്തില് അതുങ്ങളുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി അവിടെ ഏതോ ഒരു സോംബി ഇട്ടിരുന്ന വലിയൊരു ഓവർകോട്ട് കിടപ്പുണ്ടായിരുന്നു. അതെടുത്ത് പുറച്ചു മൂടി കിടന്നതും സോംബികൾക്ക് യൂജിനെ തിരിച്ചറിയാനും പറ്റിയില്ല. ഇത് തന്നെ പറ്റിയ അവസരം. ഈ കോട്ടിട്ടാൽ സോംബികൾ തന്നെ തിരിച്ചറിയില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ ആ കോട്ട് വിട്ടുകൊണ്ട് ഈസി ആയിട്ട് ബിൽഡിങ്ങിന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. അവൾ വേഗം ഫോൺ എടുത്ത് ഗോങ്ങിനെ വിളിക്കുന്നു. സിയോയുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് നിനക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? അത് കേട്ടതേ ഗോങ് വേഗം തന്നെ CCTV വഴി ഇപ്പോ സിയോ നിൽക്കുന്ന ലൊക്കേഷൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഒരു സെക്കൻഡ് നിന്നില്ല. കയ്യിൽ കിട്ടിയ കാറും എടുത്തുകൊണ്ട് അവിടേക്ക് ഒരു പായക്കമായിരുന്നു അവള്. പോകേണ്ട റൂട്ട് ഏതാണെന്ന് കൃത്യമായിട്ട് ഗോങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സിയോയാണെങ്കിൽ ഒരു നേതാവിനെ പോലെ സോംബികളുടെ മുന്നിൽ ഇങ്ങനെ മാസമായിട്ട് നടന്നു പോവുകയാണ്. താൻ എന്തു പറഞ്ഞാലും കേൾക്കുന്ന വലിയൊരു പട തന്നെ കൂടെ ഉണ്ടല്ലോ. എന്നാ അവൻ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു യൂജിൻ കാറുമായിട്ട് അവനെ ഇടിക്കാനായിട്ട് വന്നത്. പക്ഷേ ഇടികൊള്ളാതെ അവൻ ചാടി രക്ഷപ്പെട്ടു. ആ സെക്കൻഡിൽ തന്നെ സോംബികൾക്ക് സിഗ്നലും കൊടുത്തു. എന്നാ അവൾ ആ കാർ വെച്ച് തന്നെ സോംബികൾ മുഴുവൻ ഇടിച്ചു തെറിപ്പിക്കുന്നു. ശേഷം വീണ്ടും സിയോയെ ഇടിക്കാൻ നോക്കിയെങ്കിലും അവിടുന്ന് അവർ രക്ഷപ്പെട്ടു. അവസാനം സോംബികളെല്ലാം കൂടി പാഞ്ഞു വരുന്നത് കണ്ടതും അവൾ വേഗം ആ കോട്ടും ഇട്ടുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി ഓടി. പക്ഷേ സോംബികളെല്ലാം കൂടി കാറിനകത്തിട്ട് മാന്തി പറിക്കുവാണ്. യൂജീന കൂട്ടിട്ടേക്കുന്നത് കാരണം അവളെ തിരിച്ചറിഞ്ഞതുമില്ല. എന്നാ സിയോക്ക് ഇത് മനസ്സിലായി. അവൻ വേഗം അവൾ ഇട്ടിരിക്കുന്ന കോട്ട് സോംബികൾക്ക് സിഗ്നൽ അയക്കുന്നു. അതോടെ സോംബികളുടെ ലക്ഷ്യം മുഴുവനും ആ കോട്ടായി മാറി. ഇത് മനസ്സിലാക്കിയ യൂജിനാണെങ്കിൽ കോട്ട് ഊരിയിട്ട് തന്റെ നേർക്ക് പാഞ്ഞു വരുന്ന ഒരു സോംബിയുടെ തലയിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്തു. കോട്ട് തലയിൽ വീണത് കാരണം ഒന്നും കാണാൻ പറ്റാതെ സോംബി കിടന്ന് കറങ്ങുവാണ്. അതിനെ അനുകരിച്ചുകൊണ്ട് തന്നെ ബാക്കിയുണ്ടായിരുന്ന സകല സോംബികളും ആ സോംബിക്ക് ചുറ്റും കിടന്നിങ്ങനെ വട്ടം കറങ്ങാൻ തുടങ്ങി. ആക്ച്വലി അവർക്കിടയിലേക്ക് ഒരു തെറ്റായ സന്ദേശം പാസ്സായതാണ്. അതോടെ സോംബികൾ മുഴുവനും ആകെ കൺഫ്യൂഷനിലായതാണ് ഇങ്ങനെ വരാൻ കാരണം. ഇങ്ങനെയൊരു കാര്യം സിയോയും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ ഗ്യാപ്പ് നോക്കി യൂജിയെ രക്ഷപ്പെടുന്നത് കണ്ടതും അവൻ വേഗ സോംബികൾക്ക് സിഗ്നൽ കൊടുക്കുന്നു. പക്ഷേ അവന് സിഗ്നൽ പാസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒരു സോംബിയുടെ തലയിൽ ആ കോട്ട് മൂടി കിടക്കുമല്ലേ. ആ സോംബി കൺഫ്യൂഷൻ ആയതാണ് മറ്റു സോംബികളും കൺഫ്യൂഷൻ ആകാൻ കാരണം. ആ കോട്ടെടുത്ത് മാറ്റാതെ ഇത് നേരെയാവില്ലെന്ന് മനസ്സിലായതും അവൻ ആ കൂട്ടത്തിന്റെ ഇടയിലേക്ക് ചെന്ന് കയറിയിട്ട് ആ സോംബിയുടെ തലയിൽ നിന്നും കോട്ടെടുത്ത് മാറ്റി കൊടുക്കുന്നു. ആ സെക്കൻഡിൽ തന്നെ സകലത്തിന്റെ കറക്കവും തീർന്ന് നിലത്തേക്ക് അങ്ങ് വീണുപോയി. അല്പ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നിലത്തേക്ക് വീണ സോംബികളെല്ലാം പതുക്കെ എണീക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോഴാണ് യൂജിൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ആദ്യമായിട്ട് സോംബികളായിട്ട് മാറിയപ്പോൾ ഇവരെല്ലാവരും 4 കാലിലല്ലേ നടന്നത്. ദേ ഇപ്പോൾ അവരെല്ലാം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. ഇപ്പോ എല്ലാ സോംബികളും 4 കാലാണ് നടക്കുന്നത്. അല്പ ദൂരെയായിട്ട് ഒരു ബസ് നിർത്തിയിട്ടുണ്ടേ. അതില് കുറെ ആൾക്കാരുടെ ഫോട്ടോ വെച്ചുള്ള പരസ്യമുണ്ട്. തുടക്കത്തില് ഇതുപോലൊരു പരസ്യം കണ്ടിട്ട് മനുഷ്യരെ തിരിച്ചറിയാനാകാതെ സോംബികൾ മുഴുവൻ അത് അറ്റാക്ക് ചെയ്തില്ലേ. അത് ഓർമ്മ വന്നതും യൂജിന് ഒരു ഐഡിയ തോന്നി. അവള് വേഗം ഓടി ചെന്നിട്ട് അതിനടുത്ത് നിന്നിരുന്ന സിയോയെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അവനാണെങ്കിൽ അവളെ പിടിച്ച് ബസ്സിന് നിറക്കൊരു ഒറ്റ തള്ളു. തറയിലേക്ക് വീണ യൂജിനാണെങ്കിൽ വേഗം ബസ്സിനടിയിലേക്ക് ഉരുണ്ടു കയറി. അവളെ പിടിക്കാൻ വേണ്ടി അവനും ആ ബസ്സിനടുത്തേക്ക് ചെന്നതും സോംബികളുടെ ശ്രദ്ധ മുഴുവനും പോയത് ബസ്സിലുണ്ടായിരുന്ന ആ പരസ്യത്തിലേക്കായിരുന്നു. മനുഷ്യരാണെന്ന് കരുതി
സകലതും കൂടി കൂട്ടത്തോടെ വന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയതും സിയോയും കൂടി അതിനിടയിൽ അങ്ങ് പെട്ടുപോയി. തൊട്ടടുത്ത് തന്നെ തീ പിടിച്ചൊരു കാറുണ്ടായിരുന്നു. അതിന്റെ ഇടയിലേക്കാണ് സിയോ തെറിച്ചു വന്ന് വീണത്. അതോടെ കാറിനകത്തുള്ള തീ അവന്റെ ദേഹത്തേക്ക് പടർന്നു പിടിക്കാൻ തുടങ്ങി. സോംബികളെല്ലാം കൂടി കൂട്ടത്തോടെ ഇങ്ങനെ നിൽക്കുന്നത് കാരണം അവൻ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വയ്യ. കുറച്ചു മുന്നേ മൊത്തത്തിൽ കൺഫ്യൂഷനായി പോയതല്ലേ സോംബികൾ മുഴുവനും. അതിൽ നിന്ന് റിക്കവർ ആയിട്ട് വരാൻ അവർക്ക് കുറച്ച് സമയം വേണം. അതുകൊണ്ട് തന്നെ സിയോ കൊടുക്കുന്ന സിഗ്നലുകളൊന്നും അതുങ്ങളുടെ തലയ്ക്ക് കയറുന്നുണ്ടായിരുന്നില്ല. അവരാണെങ്കിൽ ദേഹം മുഴുവനും പൊള്ളിയടരുന്ന വേദനയിൽ ഈ സോംബികളെ തള്ളി മാറ്റാൻ നോക്കുന്നുണ്ട്. ആര് കേൾക്കാൻ, ആരോട് പറയാൻ? അവരെല്ലാവരും കൂടി ആ പരസ്യം തിന്നുന്ന തിരക്കിലായിരുന്നു. അവസാനം അവന്റെ സോംബി പടകൾ കാരണം തന്നെ തീയിൽ വെന്ത് വെണ്ണീറായിട്ട് അവൻ നിലത്ത് വീണ് പെടഞ്ഞു മരിച്ചു പോകുന്നു. അവന്റെ ജീവൻ അങ്ങോട്ട് പോയതും ബാക്കിയുണ്ടായിരുന്ന സകല സോംബികൾ ഫ്രീസായി പോകുന്നു. അവരുടെ നേതാവല്ലേ മരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സോംബികളൊന്നും ഇനി ചലിക്കാനും പോകുന്നില്ല. അവസാനം നമ്മുടെ യൂജിൻ തന്നെ എല്ലാവരെയും രക്ഷിച്ചിരിക്കുകയാണ്. അവള് വേഗം ഫോൺ എടുത്ത് ഗോങ്ങിനെ വിളിക്കുന്നു. ഞാൻ കാരണം വാക്സിൻ മരിച്ചതുകൊണ്ട് നാട്ടുകാരും ഗവൺമെന്റും എല്ലാം എനിക്കെതിരെ തിരിയുമല്ലേ, നീ അതോർത്ത് വിഷമിക്കണ്ട, നിന്റെ കൂടെ അതിൽ പങ്കുചേരാൻ ഞാനും കാണും. അങ്ങനെ ഇപ്പോൾ എല്ലാം ഹാപ്പി എൻഡിംഗ് ആയിട്ട് തീർന്നിരിക്കുകയാണ് നമ്മൾ കരുതും. പക്ഷേ അവസാനം അതിലൊരു സോംബി അനങ്ങുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.